റേഡിയേഷൻ ആൻഡ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എന്തുകൊണ്ടാണ് ഡുവൽ നേച്ചർ? എന്താണ് ഡുവൽ നേച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡുവൽ നേച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒന്ന് പാർട്ടിക്കിൾ നേച്ചർ ആണ്, മറ്റൊന്ന് വേവ് നേച്ചർ ആണ്. ഓക്കെ, വേവ് നേച്ചർ. അപ്പൊ നമ്മൾ സാധാരണ റേഡിയേഷൻ അല്ലെ, ലൈറ്റ് ഒരു റേഡിയേഷൻ ആണ്. അതേപോലെ ബാക്കിയെല്ലാം ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ആയിട്ട് പറയുന്ന സംഭവം. ഏതായാലും ഇതിനെ നമ്മൾ സാധാരണ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? വേവ് ആയിട്ടാണ് നമ്മൾ സാധാരണ പറയുക അല്ലെ. ലൈറ്റ് ഇസ് എനർജി ആവുമ്പോൾ അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ത്രൂ വേവ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. സോ ലൈറ്റിനൊരു എന്താണ് പറയാ, ലൈറ്റ് ഹാസ് വേവ് നേച്ചർ എന്ന് നമുക്ക് ഓൾറെഡി അറിയാം. നമ്മൾ സാധാരണ ലൈറ്റിന് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്നാണ് സാധാരണ പറയാറുള്ളത്. ബട്ട് ലൈറ്റ് ഹാസ് പാർട്ടിക്കിൾ നേച്ചർ ആൾസോ. ലൈറ്റിന് എന്തുണ്ട്? പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്. ഓക്കെ, സാധാരണ റേഡിയേഷൻ എന്താണ് പറയാറ്? റേഡിയേഷൻ വേവ് ആണെന്നാണ് പറയാറുള്ളത്. കോമൺ ആയിട്ട് റേഡിയേഷൻ വേവ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് നേരെ കോമൺ ആയിട്ട് ഡിസ്കസ് ചെയ്യാത്ത അല്ലെങ്കിൽ കോമൺ ആയിട്ട് നമ്മൾ പറയാത്ത എന്താണ് പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ്. സോ എന്താണ് വേവ് നേച്ചറും പാർട്ടിക്കിൾ നേച്ചറും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം? ഒരു പാർട്ടിക്കിൾ ആവുമ്പോൾ അതിനെന്തുണ്ടാവും? മൊമെന്റം ഉണ്ടാവും അല്ലെ. ഇറ്റ് വിൽ ഹാവ് മൊമെന്റം, അതേപോലെ കൈനറ്റിക് എനർജി, ഇങ്ങനത്തെ മൊമെന്റം, അങ്ങനത്തെ പ്രോപ്പർട്ടീസ് ഒക്കെയാണ് ഒരു പാർട്ടിക്കിളിൽ ഉണ്ടാവുക. വേവിന്റെ കേസിൽ നമ്മൾ എനർജി ട്രാൻസ്ഫർ ആണ് സാധാരണ പറയാറുള്ളത്. ഓക്കെ, സോ മൊമെന്റം ഒക്കെ സാധാരണ പാർട്ടിക്കിളിന്റെ മൊമെന്റം, മാസ് എന്നൊക്കെ പറയുന്നത് സാധാരണ പാർട്ടിക്കിളിന്റെ പ്രോപ്പർട്ടി ആയിട്ടാണ് പറയാറുള്ളത് അല്ലെ. സോ അതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ചാപ്റ്ററിനകത്ത്. പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ്, ലൈറ്റിന്റെ പാർട്ടിക്കിൾ നേച്ചർ ആണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ മാറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന എല്ലാ സംഭവം അല്ലെ. മാറ്റർ ഈസ് സംതിങ് വിച്ച് ക്യാൻ ഓക്യുപ്പൈ സ്പേസ് ആൻഡ് മാസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. പക്ഷേ മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനകത്ത് എന്താണ്? സാധാരണ അതിന് മാസ് ഉണ്ടാവും, അതിന് മൊമെന്റം ഉണ്ടാവും, മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ കൈനറ്റിക് എനർജി ഉണ്ടാവും. ഇതെല്ലാം പാർട്ടിക്കിൾസിനുള്ള പ്രോപ്പർട്ടിയാണ്. കൈനറ്റിക് എനർജി, മൊമെന്റം, മാസ് എന്നൊക്കെ പറയുന്നത് പാർട്ടിക്കിളിനുള്ള പ്രോപ്പർട്ടിയാണ്. അപ്പൊ മാറ്ററിന്റെ വേവ് നേച്ചർ ആണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Okay, we are discussing wave nature of matter in this chapter as well as particle nature of light, particle nature of radiation. Radiation already wave nature ഉണ്ട് നമുക്കറിയാം. സാധാരണ ലൈറ്റ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആയിട്ടാണ് നമ്മൾ പറയാറുള്ളത്, അത് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏതാണ്? മറ്റേ നേച്ചർ, പാർട്ടിക്കിൾ നേച്ചർ ആണ് റേഡിയേഷന്റെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മാറ്ററിന് പാർട്ടിക്കിൾ നേച്ചർ ആണുള്ളത് നമുക്കറിയാം. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേവ് നേച്ചർ ആണ് ഈ ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ടിക്കിൾ തിയറി ഓഫ് ലൈറ്റ് ആണ്. ഓക്കെ, പാർട്ടിക്കിൾ തിയറി ഓഫ് ലൈറ്റ് ഓർ ഫോട്ടോൺ തിയറി ഓഫ് ലൈറ്റ് എന്നൊക്കെ പറയും. ഓക്കെ, പാർട്ടിക്കിൾ തിയറി ഓഫ് ലൈറ്റ് ഓർ ഫോട്ടോൺ തിയറി ഓഫ് ലൈറ്റ്, ക്വാണ്ടം തിയറി ഓഫ് ലൈറ്റ് എങ്ങനെ വേണമെങ്കിലും പറയാം. ക്വാണ്ടം തിയറി ഓഫ് ലൈറ്റ് ഓർ ഫോട്ടോൺ തിയറി ഓഫ് ലൈറ്റ്. ഓക്കെ, സോ എന്താണ് പാർട്ടിക്കിൾ തിയറി എന്ന് പറയുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് ഈ പാർട്ടിക്കിൾ തിയറി അല്ലെങ്കിൽ ഫോട്ടോൺ തിയറിയിലോട്ട് എങ്ങനെയാണ് നമ്മൾ എത്തിയത് എന്ന് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. ലൈറ്റ് കാണിക്കുന്ന ചില ഫിനോമിന, ലൈറ്റ് എക്സിബിറ്റ്സ് മെനി ഫിനോമിന അല്ലെ. ലൈറ്റ് ഒരുപാട് ഫിനോമിനകൾ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, അതേപോലെ റിഫ്ലക്ഷനും റിഫ്രാക്ഷനും നമുക്ക് കോമൺ ആയിട്ട് അറിയുന്നതാണ്, ചെറിയ ക്ലാസ്സിലെ പഠിക്കുന്നതാണ് റിഫ്ലക്ഷൻ, അതേപോലെ റിഫ്രാക്ഷൻ എന്നൊക്കെ പറയുന്ന സംഭവം. അല്ലെങ്കിൽ ഡെയിലി ലൈഫിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സംഭവങ്ങളാണ് ഈ റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ. സോ ഇങ്ങനെ രണ്ട് ഫിനോമിന നമുക്ക് അറിയാം അല്ലെ. സോ ഇങ്ങനെ രണ്ട് ഫിനോമിന ഉണ്ട്, റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, പിന്നെ റിഫ്രാക്ഷൻ, ഇങ്ങനെ രണ്ട് ഫിനോമിന. ഓക്കെ, നമ്മൾ കോമൺ ആയിട്ട് പഠിക്കുന്ന സംഭവമാണ്. വേറെ ലൈറ്റ് കാണിക്കുന്ന ഫിനോമിനകളാണ് ഇന്റർഫറൻസ് എന്നൊക്കെ പറയും. ഓക്കെ, ദി അതർ ഫിനോമിനാസ് ആർ ഇന്റർഫറൻസ്, അതേപോലെ ഡിഫ്രാക്ഷൻ,
interference, diffraction, polarization, interference, diffraction, polarization, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. ഓക്കെ, ഇന്റർഫറൻസ്, ഡിഫ്രാക്ഷൻ, പോളറൈസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ കുറെ ഫിനോമിന. പിന്നെ ഉള്ള കാണിക്കുന്ന ഫിനോമിനകളാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഇതൊക്കെ കഴിഞ്ഞ വർഷം ചിലപ്പോൾ അറ്റോമിക് സ്ട്രക്ചറിൽ പഠിച്ചിട്ടുണ്ട്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, കോംപ്റ്റൺ എഫക്റ്റ്, അങ്ങനെ ഒരുപാട് എഫക്ട്സുകൾ, ലൈറ്റ് ഒരുപാട് ഫിനോമിന എന്ത് ചെയ്യും, അത് കാണിക്കും. റിയൽ നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും, ചിലത് നമുക്ക് സാധാരണയായിട്ട് കാണാൻ പറ്റാത്ത ചില ഫിനോമിനകളാണ്. ഓക്കെ, റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എന്ന് പറയുന്ന രണ്ട് ഫിനോമിന. റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഫിനോമിന നമ്മൾ സാധാരണ ഒബ്സർവ് ചെയ്യുന്നതാണ്. നമ്മൾ റേ ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഇത് എന്താണ് സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. റേ ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞ വലിയൊരു ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ആണ് റിഫ്ലക്ഷനും റിഫ്രാക്ഷനും. ഇന്റർഫറൻസ്, ഡിഫ്രാക്ഷൻ, പോളറൈസേഷൻ. ഇന്റർഫറൻസ്, ഡിഫ്രാക്ഷൻ, പോളറൈസേഷൻ എന്ന് പറയുന്ന ഫിനോമിനകൾ നമ്മൾ വേവ് ഒപ്റ്റിക്സിനകത്താണ്. വേവ് ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇതിന്റെ തൊട്ട് മുമ്പത്തെ ചാപ്റ്റർ. അപ്പോൾ നമ്മുടെ NCERT സെക്കൻഡ് ടെക്സ്റ്റില് ഫസ്റ്റ് ചാപ്റ്റർ റേ ഒപ്റ്റിക്സ് ആണ്, സെക്കൻഡ് ചാപ്റ്റർ വേവ് ഒപ്റ്റിക്സ് ആണ്, തേർഡ് ചാപ്റ്റർ ആണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് അല്ലെങ്കിൽ ഡുവൽ നേച്ചർ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്, ഡുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്, പിന്നെ കോംപ്റ്റൺ എഫക്ട്. കോംപ്റ്റൺ എഫക്ട് നമുക്ക് പഠിക്കാനില്ല. ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിലാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ എന്തിനാണ് പാർട്ടിക്കിൾ തിയറിയുമായിട്ട് നമ്മൾ മുന്നോട്ട് വന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പാർട്ടിക്കിൾ തിയറി ഓഫ് ലൈറ്റ് ഉണ്ടായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ പറയുന്നത് ഡുവൽ നേച്ചർ ഓഫ് ലൈറ്റ് എങ്ങനെയാണ് ഇതിലോട്ട് എത്തുന്നതെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഞാൻ പറഞ്ഞു ലൈറ്റ് പല ഫിനോമിന കാണിക്കും. ലൈറ്റ് ഒബ്സർവ്സ് അല്ലെങ്കിൽ ലൈറ്റ് ഷോസ് മെനി ഫിനോമിന of which some can be explained by wave theory of light. ലൈറ്റിന്റെ വേവ് തിയറി വെച്ച് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ചിലതുണ്ട്. വേവ് തിയറി വെച്ചും പാർട്ടിക്കിൾ തിയറി വെച്ചും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ചില ഫിനോമിനകളുണ്ട്. പാർട്ടിക്കിൾ തിയറി വെച്ച് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ചില ഫിനോമിനകളുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ. റിഫ്ലക്ഷനും റിഫ്രാക്ഷനും can be explained using wave theory of light as well as particle theory of light. Wave theory of light വെച്ചും particle theory of light വെച്ചും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത് റിഫ്ലക്ഷനും റിഫ്രാക്ഷനും. ഇറ്റ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് യൂസിങ് ബോത്ത്. ഓക്കെ, വേവ് തിയറി വെച്ചും എക്സ്പ്ലെയിൻ ചെയ്യാം, പാർട്ടിക്കിൾ തിയറി വെച്ചും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഫിനോമിന. ഏത് തിയറി വേണമെങ്കിലും യൂസ് ചെയ്യാം ടു എക്സ്പ്ലെയിൻ, അല്ലെങ്കിൽ ലൈറ്റിന്റെ ഏത് നേച്ചർ വേണമെങ്കിലും യൂസ് ചെയ്യാം. വേവ് നേച്ചറും യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ വേവ് നേച്ചറും യൂസ് ചെയ്യാം, ഓർ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഓർ ഇറ്റ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് യൂസിങ് പാർട്ടിക്കിൾ തിയറി. പാർട്ടിക്കിൾ തിയറി യൂസ് ചെയ്തിട്ടും റിഫ്ലക്ഷനും റിഫ്രാക്ഷനും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം അല്ലെ. കാരണം സാധാരണ പാർട്ടിക്കിൾസും എന്ത് ചെയ്യും, റിഫ്ലക്ട് ചെയ്യും, അതേപോലെ വേവും എന്ത് ചെയ്യും, റിഫ്ലക്ട് ചെയ്യും ഒരു സർഫസിൽ തട്ടിയാൽ. സോ ഇറ്റ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് യൂസിങ് ബോത്ത്. ഇനി നമ്മൾ താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഫിനോമിന ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഏതാണ്, ഇന്റർഫറൻസ്, ഡിഫ്രാക്ഷൻ, പോളറൈസേഷൻ. മൂന്ന് ഫിനോമിന. ദിസ് കനോട്ട് ബി എക്സ്പ്ലെയിൻഡ് യൂസിങ് പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ്. ഈ ഇന്റർഫറൻസ് ഒക്കെ ആര് മാത്രം കാണിക്കുന്ന ഫിനോമിനയാണ്, ലൈറ്റ് മാത്രം അല്ലെങ്കിൽ വേവ് മാത്രം എക്സിബിറ്റ് ചെയ്യുന്ന ഫിനോമിനയാണ് ഇന്റർഫറൻസ് അല്ലെങ്കിൽ സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ്. കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ് ഒക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച സംഭവമാണ്. ഇത് ആര് മാത്രം എക്സിബിറ്റ് ചെയ്യുന്ന സംഭവമാണ്, ഇറ്റ് ഈസ് എക്സിബിറ്റഡ് ഓൺലി ബൈ വേവ്സ്. Particles does not show interference, diffraction or polarization. Okay, ഇത് നമ്മൾ വേവ് ഒപ്റ്റിക്സിൽ പഠിക്കുന്ന ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ടോപ്പിക്സ് ആണ് ഇത് മൂന്നും. ഓക്കെ, അത് വേവ് ഒപ്റ്റിക്സ് ഞാൻ അവസാനം എടുക്കുന്ന ടോപ്പിക്കാണ്. വേവ് ഒപ്റ്റിക്സ് പറയാൻ കുറച്ച് റേ ഒപ്റ്റിക്സിനുള്ള കുറച്ച് കാര്യങ്ങളും കൂടി വേണം, അതുകൊണ്ടാണ് ഞാൻ അത് അവസാനത്തോട്ട് മാറ്റി വെച്ചത്. പിന്നെ ഉള്ളത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അത് പാർട്ടിക്കിൾ തിയറി വെച്ച് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ്. ഓക്കെ, സോ ഈ ഇന്റർഫറൻസ്, ഡിഫ്രാക്ഷൻ, പോളറൈസേഷൻ ഒക്കെ നമ്മൾ ഒരുപാട് കാലം മുമ്പേ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയതാണ്. ഓക്കെ, ഒരുപാട് കാലം മുമ്പേ
ഈ ഇന്റർഫറൻസും ഡിഫ്രാക്ഷനും ഒക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ലൈറ്റിന്റെ ഇന്റർഫറൻസ്, അത് വെച്ചുള്ള എക്സ്പെരിമെന്റ്സ് എല്ലാം നമ്മൾ മുമ്പേ ചെയ്യുന്നുണ്ട്. സോ ലൈറ്റിന്റെ വേവ് നേച്ചർ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് അത് മുമ്പേ എന്താണ് എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഓക്കെ, വേവ് നേച്ചർ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് അറൌണ്ട് 18th സെഞ്ചുറി തന്നെ എസ്റ്റാബ്ലിഷ്ഡ് ആണ്, ഏകദേശം വെൽ അക്സെപ്റ്റഡ് ആയിരുന്നു. പിന്നെ ഏകദേശം 19th സെഞ്ചുറിയുടെ പകുതി ആയപ്പോഴേക്കും ഏകദേശം എന്തും മാക്സ്വെൽ വന്നതോടെ, മാക്സ്വെല്ലിന്റെ തിയറി ഒക്കെ വന്നതോടെ എന്തായി, ലൈറ്റിന്റെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ് ലൈറ്റ് എന്നുള്ളതും വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയി. ഓക്കെ, ദാറ്റ് അതെന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അത് അൺഡിബേറ്റബിൾ ആയിട്ട് എന്തായിട്ട് ആക്സെപ്റ്റഡ് ആയി, ലൈറ്റ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണെന്നുള്ള തിയറി. ഓക്കെ, തിയറി ഒരു 18th സെഞ്ചുറിയുടെ പകുതി 19th സെഞ്ചുറിയുടെ പകുതി ആകുമ്പോഴേക്കും ഏകദേശം മാക്സ്വെൽ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ വേവ് തിയറി ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് വളരെ മുമ്പേ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്, ലൈറ്റ് ഒരു വേവ് ആണ് എന്ന് പറയുന്ന സംഭവം. ഓക്കെ, പാർട്ടിക്കിൾ തിയറി അല്ലെങ്കിൽ ഫോട്ടോൺ തിയറി ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് വളരെ റീസെന്റ് ആയിട്ട് ആണ് അതിന്റെ തിയറി ഒക്കെ, അതും വെച്ചിട്ടുള്ള തിയറിയും കൺസെപ്റ്റും എല്ലാം എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത് ഫോട്ടോൺ തിയറി ഓഫ് ലൈറ്റ്. ഓക്കെ, ഈ നമ്മുടെ റീസെന്റ് സെഞ്ചുറി 20th സെഞ്ചുറിയിലാണ് ഇതിന്റെ തിയറിയും സംഭവങ്ങളെല്ലാം എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ പാർട്ടിക്കിൾ തിയറി ഓഫ് ലൈറ്റ്, ഫോട്ടോൺ തിയറി ഓഫ് ലൈറ്റ്. സോ എന്തുകൊണ്ടാണ് ഇത് വരാൻ, ഫോട്ടോൺ തിയറി ഓഫ് ലൈറ്റ് വരാനുള്ള റീസൺ ഞാൻ പറഞ്ഞു. ചില ഫിനോമിന വേവ് നേച്ചർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം, ചിലത് രണ്ടും വെച്ചും എക്സ്പ്ലെയിൻ ചെയ്യാം. ബട്ട് ദർ ആർ സം അതർ ഫിനോമിന ലൈക്ക് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്, കോംപ്ടൺ എഫക്ട് എന്നൊക്കെ പറയുന്ന ചില ഫിനോമിന വിച്ച് കനോട്ട് ബി എക്സ്പ്ലെയിൻഡ് യൂസിങ് വേവ് നേച്ചർ ഓഫ് ലൈറ്റ്. വേവ് നേച്ചർ ഓഫ് ലൈറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക്, ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്, അത് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്താണ്, കോംപ്ടൺ എഫക്ട് ഒന്നും നമുക്കില്ല, അത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം. ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ഒന്നും എന്ത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. വി കനോട്ട് എക്സ്പ്ലെയിൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് യൂസിങ് വാട്ട്, വേവ് നേച്ചർ ഓഫ് ലൈറ്റ്. വേവ് തിയറി വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക്, ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അത് എന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാം. വൈ വേവ് നേച്ചർ ഓഫ് ലൈറ്റ്, അല്ലെങ്കിൽ വൈ വേവ്സ് കനോട്ട് ബി ദി റീസൺ ബിഹൈൻഡ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. എന്തുകൊണ്ട് ലൈറ്റിന്റെ വേവ് നേച്ചർ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ റീസൺ ആയിക്കൂടാ എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെയിൻ ആയിട്ടുള്ള ഈ ചാപ്റ്ററിനകത്ത്, ചെറിയ ചാപ്റ്റർ ആണ്, പറയുമ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ പറയുമ്പോൾ ഒരുപാടുണ്ടെങ്കിലും മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ചെറിയ ചാപ്റ്റർ, ആകെ 2 ഇക്വേഷൻ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. പ്രോബ്ലംസ് എല്ലാം കൂടി സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഇക്വേഷൻ, പിന്നെ അഡീഷണൽ ആയിട്ട് ഒരു ചെറിയൊരു ടോപ്പിക് കൂടി എടുക്കുമ്പോൾ അതിൽ 2-3 ഇക്വേഷൻസ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻസ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള 2 ഇക്വേഷൻ ആണ് ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഉള്ളത് അഡീഷണൽ ഇൻഫർമേഷൻ ആണ്, പക്ഷെ അതും ആവശ്യമുണ്ട്, ദാറ്റ് ഈസ് ഓൾസോ നീഡഡ്. ബട്ട് മെയിൻ ആയിട്ട് 2 ഇക്വേഷൻ ആണ് ഇതിനകത്ത് ഉള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, അധികം പഠിക്കാനൊന്നുമില്ല, അധികം ഇക്വേഷൻസോ അധികം കൺസെപ്റ്റ്സോ ഒന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ട് കുറെ കാര്യങ്ങൾ നിങ്ങൾ മുമ്പ് പഠിച്ചു തന്നെയായിരിക്കും. കെമിസ്ട്രിയിൽ അറ്റോമിക് സ്ട്രക്ചറിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത് തന്നെ. ഓക്കെ, ഇനിയുള്ള ചാപ്റ്റേഴ്സ് പലതും, അടുത്ത ചാപ്റ്റർ നമ്മുടെ ഏതാണ്, അടുത്ത ചാപ്റ്റർ ആറ്റംസ് ആണ്. കെമിസ്ട്രിയിൽ പഠിച്ച സംഭവം തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാം. പിന്നെ ഇതിനകത്ത് കെമിസ്ട്രിയിലെക്കാളും കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ള ചില പ്രോബ്ലംസ് ഇതിനകത്ത് വരാം, ഫിസിക്സിൽ വരാം. കെമിസ്ട്രിയിൽ സാധാരണ ചോദിക്കുന്നതിനേക്കാളും കെമിസ്ട്രിയിൽ പഠിച്ച അത്രയും പഠിക്കാനും ഇല്ല. അറ്റോമിക് സ്ട്രക്ചറിലൊന്നും ഞങ്ങൾക്ക് ക്വാണ്ടം മെക്കാനിക്കൽ മോഡലൊക്കെ ഉണ്ടായിരുന്നു. ദാറ്റ് പോർഷൻ ഈസ് നോട്ട് ദെയർ ഇൻ ഫിസിക്സ് സിലബസ് ആസ് ഓഫ് നൗ. പിന്നെ അടുത്തത് ന്യൂക്ലിയൈ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. അതും കെമിസ്ട്രിയിൽ അതേപോലെ ഉണ്ടോന്ന് അറിയില്ല, പക്ഷെ ന്യൂക്ലിയർ കെമിസ്ട്രി എന്ന് പറയുന്ന പോർഷൻ ജെഇക്കൊക്കെ എടുത്തു കൊടുക്കാറുണ്ട് ചിലവർ. ഓക്കെ, ശതമാനമൊക്കെ എടുത്തു കൊടുക്കാറുണ്ട് സാധാരണ. ന്യൂക്ലിയർ കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു പോർഷനും കെമിസ്ട്രിയിൽ ചിലപ്പം പറയാറുണ്ട്. അതില്ലെങ്കിൽ തന്നെ കെമിസ്ട്രിയിലെ കെമിക്കൽ കൈനറ്റിക്സ് ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ പോർഷൻസ് ന്യൂക്ലിയർ കെമിസ്ട്രിയിൽ വരുന്നുണ്ട്. അത് മുമ്പ് പഠിച്ച കുറെ സംഭവങ്ങളാണ് ന്യൂക്ലിയൈ എന്ന് പറയുന്ന അടുത്ത ചാപ്റ്റർ. സോ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്, ആറ്റംസ്, ന്യൂക്ലിയൈ, ഇത് മൂന്നും കൂടി കൂട്ടിയിട്ട് നമ്മൾ മോഡേൺ ഫിസിക്സ് എന്ന് പറഞ്ഞിട്ടാണ് സാധാരണ ക്വസ്റ്റ്യൻസ് കാണാറുള്ളത്. 3 ചാപ്റ്ററും കൂടി ഇന്റർ റിലേറ്റഡ് ആണ്. 3 ചാപ്റ്ററിനും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിട്ട് കമ്പൈൻഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. ഓക്കെ, സോ എന്തുകൊണ്ടാണ് പാർട്ടിക്കിൾ തിയറി ഓഫ് ലൈറ്റിന്റെ ആവശ്യം എന്ന് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ്, സം ഫിനോമിന ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ഓൺലി യൂസിങ് പാർട്ടിക്കിൾ തിയറി ഓഫ് ലൈറ്റ്. അത് നമ്മൾ മെയിൻ ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയത് ലാസ്റ്റ് സെഞ്ചുറിയിലാണ്. ഓക്കെ, ലാസ്റ്റ് സെഞ്ചുറിയിലാണ് നമ്മളത്
ഒബ്സർവ് ചെയ്യാൻ കാര്യമായിട്ട് തുടങ്ങി. അല്ലെങ്കിൽ 19th സെഞ്ചുറിയുടെ അവസാനത്തോടെയാണ് നമ്മൾ ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഒക്കെ ഒബ്സർവ് ചെയ്യുന്നത്. പക്ഷെ അന്ന് ഇതിന്റെ തിയറി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, അന്ന് തിയറി ഡെവലപ്പ് ചെയ്തിട്ടില്ല. അത് 20th സെഞ്ചുറി തന്നെയാണ് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ച്, ഇങ്ങനെ എഴുതി വെച്ചു. some phenomena of light like reflection and refraction. Some phenomena of light like reflection and refraction can be explained using wave as well as particle nature of light. Some phenomena of light like reflection and refraction can be explained using wave as well as particle nature of light. ലൈറ്റിന്റെ വേവ് നേച്ചറും പാർട്ടിക്കിൾ നേച്ചറും യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അടുത്ത പോയിന്റ് ആയിട്ട് some other phenomena like interference, diffraction, polarization. Interference, diffraction and polarization can be explained. Polarization can be explained only using wave theory of light, അല്ലെങ്കിൽ wave nature of light. Can be explained only using wave nature of light. ലൈറ്റിന്റെ വേവ് നേച്ചർ വെച്ചിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ഒബ്സർവ് ചെയ്യാൻ പറ്റുള്ളൂ. Okay, but there are some other phenomena. Like photoelectric effect, Compton effect, COMPTON effect, which can be explained using only particle nature of light. Okay, using only particle nature of light. ലൈറ്റിന്റെ പാർട്ടിക്കിൾ തിയറി അല്ലെങ്കിൽ പാർട്ടിക്കിൾ നേച്ചർ വെച്ച് മാത്രമേ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ലൈറ്റ് കാണിക്കുന്ന ചില ഫിനോമിനകള് വേവ് നേച്ചർ വെച്ച് മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂ. അപ്പൊ ലൈറ്റിന് എന്തുണ്ട്, വേവ് നേച്ചർ ഉണ്ട് എന്ന് നമുക്ക് അതിന് മനസ്സിലാക്കാം. ചിലത് എന്ത് മാത്രം വെച്ച് മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ, പാർട്ടിക്കിൾ നേച്ചർ വെച്ച് മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് ലൈറ്റിന് പാർട്ടിക്കിൾ നേച്ചറും ഉണ്ടെന്ന് പറയാം. സോ വി സേ ലൈറ്റ് ഹാസ് ഡുവൽ നേച്ചർ. ലൈറ്റിന് വേവ് പാർട്ടിക്കിൾ ഡുവൽ നേച്ചർ ഉണ്ടെന്ന് നമുക്ക് പറയാം. ലൈറ്റ് എന്താണ്, പാർട്ടിക്കിൾ ആണോ എന്ന് ചോദിച്ചാൽ പാർട്ടിക്കിൾ ആണ്, വേവ് ആണോ എന്ന് ചോദിച്ചാൽ വേവും ആണ്. ഓക്കെ, സോ ഇതിനകത്ത് ഏതാണ് ലൈറ്റ്, എങ്ങനെയാണ് ഒരാൾ പാർട്ടിക്കിൾ നേച്ചറും വേവ് നേച്ചറും കാണിക്കുന്നത് അല്ലെ? ഏതാണ് സംഭവം, ലൈറ്റ് എന്താണ്, ഇതിന്റെ ഇടയിലുള്ള എന്തോ ഒരു സംഭവമാണ് ലൈറ്റ്. വി ഡോണ്ട് ഹാവ് എ പർട്ടിക്കുലർ ടേം ഫോർ ദാറ്റ്. ഓക്കെ, നമുക്ക് അതിനൊരു പർട്ടിക്കുലർ ടേം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നില്ല. വേണമെങ്കിൽ വേവിക്കിൾ എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു പുതിയൊരു ടേം. ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷ് ഒരു ലാംഗ്വേജിന്റെ പ്രശ്നമായിട്ട് വേണമെങ്കിൽ അങ്ങനെ അതിനെ ചിലവർ പറയാറുണ്ട്. ഓക്കെ, നമുക്ക് മാറ്റർ അല്ലെങ്കിൽ പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, വേവ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോ എന്തൊക്കെയാണ് ഇതിന്റെ ഇടയിലുള്ള എന്തോ ഒരു സംഭവമാണ്. നമ്മൾ കാര്യങ്ങൾ എപ്പോഴും ബൈനറിയിൽ കാണാനാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക അല്ലെ? ബൈനറി ഒന്നെങ്കിൽ എസ് ഓർ നോ ഓർ ട്രൂ ഓർ ഫോൾസ്, ഒന്നെങ്കിൽ ആണ് അല്ലെങ്കിൽ പെണ്ണ്. ഇതിന്റെ ഇടയിൽ ഉള്ള ഒരുപാട് പോസിബിലിറ്റീസ് അല്ലെ? ഒരുപാട് പോസിബിലിറ്റീസ് ഇതിന്റെ ഇടയിലുണ്ട്. ഓക്കെ, എപ്പോഴും നമ്മൾ ബൈനറിയിലോട്ട് കാര്യങ്ങൾ ഒതുക്കുമ്പോൾ അത് ഭയങ്കര പ്രശ്നമാണ് പല സിറ്റുവേഷനിലും. ഓക്കെ, ഇതിന്റെ ഇടയിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ മെയിൽ ഫീമെയിൽ അല്ലെങ്കിൽ ആണ് അല്ലെങ്കിൽ പെണ്ണ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഇടയിൽ ഒരുപാട് ബൈനറികൾ വരാം. ഓക്കെ, സോ അതൊന്നും ഒരു അതിനൊക്കെ നമ്മൾ പുച്ഛിച്ച് തള്ളുക എന്നൊക്കെ പറയുന്നത് എന്താണ്, അതൊക്കെ ഒരു പൊളിറ്റിക്കലി ഭയങ്കര ഇൻകറക്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഓക്കെ, സോ they're also the part of the society. Nothing is completely male, nothing is completely female, no one. Okay, ആരുമല്ല. സോ അതുകൊണ്ട്
എന്താണ് ഇതിന്റെ ഇടയിലുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അതേപോലെ തന്നെയാണ് എയ്തർ വേവ് ഓർ പാർട്ടിക്കിൾ എന്നല്ല, സംതിങ് ഇൻ ബിറ്റ്വീൻ ആണ്. ഓക്കെ, സംതിങ് ഇൻ ബിറ്റ്വീൻ ആണ് ലൈറ്റ് എന്ന് പറയുന്നത്. സോ ദാറ്റ് വി ഡോണ്ട് നോ. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അങ്ങനെ ഒരു ടേം നമ്മൾ സാധാരണ പറയുന്നില്ല എന്ന് മാത്രം. ഓക്കെ, ലാംഗ്വേജിൽ അങ്ങനെ ഒരു ടേം നമ്മൾ സാധാരണ പറയുന്നില്ല, അതുകൊണ്ട് ഡുവൽ നേച്ചർ എന്ന് പറയുന്നു എന്ന് മാത്രം. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് പാർട്ടിക്കിൾ തിയറി ആൻഡ് വേവ് തിയറി, എന്തുകൊണ്ട് ഇത് വരുന്നു എന്നുള്ളത്. നമുക്ക് ഫോട്ടോൺ തിയറി ഓഫ് ലൈറ്റിലോട്ട് പോവാം. ഓക്കെ, ഫോട്ടോൺ തിയറി ഓഫ് ലൈറ്റിൽ എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ, ലൈറ്റ് നിങ്ങൾ മുമ്പ് പഠിച്ചിട്ട് തന്നെ കൺസിസ്റ്റ് ഓഫ് പാക്കറ്റ്സ് ഓഫ് എനർജി എന്നാ പറയുന്നത്. പാക്കറ്റ്സ് ഓഫ് എനർജി. ലൈറ്റ് കൺസിസ്റ്റ് ഓഫ് പാക്കറ്റ്സ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് ഓഫ് എനർജി, ആൻഡ് ഈച്ച് പാക്കറ്റ്, ഇതിനെ ക്വാണ്ടം തിയറി ഓഫ് ലൈറ്റ് എന്നും പറയും അല്ലെ. ഈച്ച് പാക്കറ്റ് ഈസ് കോൾഡ് എ ക്വാണ്ട. ഈച്ച് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഈച്ച് പാക്കറ്റ് ഈസ് കോൾഡ് എ ക്വാണ്ട. അങ്ങനത്തെ ഒരു പാർട്ടിക്കിളിനെ, ഒരു പാക്കറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്വാണ്ട, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ്, അതിനെന്തും പറയാം, കോമൺ ആയിട്ട് പറയുന്നത് ലൈറ്റിന്റെ ഒരു പാർട്ടിക്കിൾ നമ്മൾ പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഫോട്ടോൺ. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഫോട്ടോൺ എന്ന് പറയുന്ന ടേമാണ്. ഓക്കെ, സോ പാക്കറ്റ്സ് അല്ലെങ്കിൽ ലൈറ്റിന്റെ ഒരൊറ്റ പാർട്ടിക്കിളിനെ ഞാൻ എന്താ പറയുന്നത്, അല്ലെങ്കിൽ അതിന് നമ്മൾ എന്താണ് പറയുന്നത്, ഫോട്ടോൺ എന്ന് പറയും. ഓക്കെ, അപ്പൊ ലൈറ്റ് ബേസിക്കലി എന്താണ്, ഇറ്റ് ഈസ് ഫോട്ടോൺസ്, ഒരുപാട് ഫോട്ടോൺസിന്റെ ഒരു കളക്ഷൻ ആണ് എന്ത് എന്ന് പറയുന്നത്, ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രേ ഉള്ളൂ ഫോട്ടോൺ തിയറി ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ ഫോട്ടോണിന്റെ പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, സോ എന്നാലും അടുത്തത് പ്രോപ്പർട്ടീസ് ഓഫ് ഫോട്ടോൺ. ഇതൊക്കെ മുമ്പ് പഠിച്ചതാണ്, എല്ലാവർക്കും അറിയുന്ന സംഭവമാണ്, കെമിസ്ട്രിയിലൊക്കെ പഠിച്ച സംഭവം. ഫസ്റ്റ് വൺ, പ്രോപ്പർട്ടീസ് ഓഫ് ഫോട്ടോൺ. Properties of photon. And the first one, speed of photon. Speed of photon എന്ത് തന്നെയാണ്, സ്പീഡ് ഓഫ് ലൈറ്റ് തന്നെയാണ്, c തന്നെയാണ്. that is approximately equal to 3 into 10 raised to 8 meter per second. Okay, 3 into 10 raised to 8 meter per second. So that is speed of photon in vacuum. അതാണ് ഒരു പ്രോപ്പർട്ടി. ലൈറ്റിന്റെ അതേ സ്പീഡിലാണ് ആര് ട്രാവൽ ചെയ്യുന്നത്, ഫോട്ടോൺ ട്രാവൽ ചെയ്യുന്നത്. ഇനി അടുത്തത് എനർജി ഓഫ് ഫോട്ടോൺ. ഒരു ഫോട്ടോണിന്റെ എനർജി, ദി എനർജി ഓഫ് ഫോട്ടോൺ ഈസ് ഗിവൺ ബൈ E is equal to h nu. അല്ലേ, E is equal to h nu ആണ് എന്തെന്ന് പറയുന്നത്, എനർജി ഓഫ് ഫോട്ടോൺ. ഫോട്ടോണിന്റെ എനർജി എന്ന് പറയുന്നത് E is equal to h nu. Where h is called, h എന്താണ്, h is called Planck's constant. h is called Planck's constant. h ന്റെ വാല്യൂ എത്രയാണ്, the value of h is 6.6 into 10 raised to minus 34. യൂണിറ്റ് എന്താ വരാ, പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് എന്താ വരാ, എച്ച് ന്യൂ എന്ന് പറയുമ്പോൾ ന്യൂ ഫ്രീക്വൻസി ആണ്. പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് എന്താ വരാ, ജൂൾ സെക്കൻഡ് അല്ലെ, ജൂൾ സെക്കൻഡ്. ഇവിടെ ജൂൾ ഉണ്ട്, എനർജി ഈസ് ജൂൾ, ഇവിടെ എച്ച് ഉണ്ട്, പിന്നെ ഇതിന്റെ ഫ്രീക്വൻസിയുടെ സെക്കൻഡ് ഇൻവേഴ്സ് ആണ്, സെക്കൻഡ് ഇൻവേഴ്സ് അല്ലെ, 1 ടൈം പീരീഡ് ആണ് ഫ്രീക്വൻസി. സോ അത് അങ്ങോട്ട് വന്നാൽ ജൂൾ സെക്കൻഡ്, ദാറ്റ് ഈസ് ജൂൾ സെക്കൻഡ്. ദി യൂണിറ്റ് ഓഫ് Planck's constant is joule second. Okay, so h nu, and nu എന്താണ്, nu is the frequency. Okay, അപ്പോ പാർട്ടിക്കിളിന് എവിടെയാണ് ഫ്രീക്വൻസി, വേവിനല്ലേ ഫ്രീക്വൻസി അല്ലെ. അതല്ലെങ്കിൽ അതിലോട്ട് വരാം. അടുത്ത എന്താണ്, ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം, E is equal to h nu എന്ന് എഴുതാം. E is equal to വേറൊരു ടേം hc by lambda അല്ലെ, കാരണം എന്താണ്, ന്യൂ ഇൻറ്റു ലാംഡ, ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത് ആണ് എന്ത് എന്ന് പറയുന്നത്, സി എന്ന് പറയുന്നത്.
So wavelength is equal to അല്ലെങ്കിൽ ഫ്രീക്വൻസി is equal to c by lambda എന്ന് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എനർജി is equal to hc by lambda എന്ന് ഇക്വേറ്റ് ചെയ്യും. Okay, hc by lambda ഇതാണ് എനർജി. So this is the energy of a photon. ഇതാണ് ഒരു ഫോട്ടോണിന്റെ എനർജി എന്ന് പറയുന്നത് hc by lambda. സോ ഈ ഇക്വേഷൻ ഒക്കെ മുമ്പ് പഠിച്ചതായിരിക്കും. ഇത് എല്ലാവർക്കും അറിയുന്ന ഇക്വേഷൻ ആണ്. ഇത് അറിയാത്ത ആരും ഫസ്റ്റ് ഇയർ ഒന്നും കഴിഞ്ഞു പോയിട്ടുണ്ടാവില്ല കെമിസ്ട്രിയിലൊക്കെ. സോ ഇതിനകത്ത് വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ആലോചിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അറിഞ്ഞിരിക്കേണ്ടത് hcയുടെ വാല്യൂ ആണ്. hcയുടെ വാല്യൂ നമ്മൾ പറയുന്നത് ഇലക്ട്രോൺ വോൾട്ടിലാണ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ ഫോട്ടോണിന്റെ എനർജി, ദി എനർജി ഓഫ് ഫോട്ടോൺ വിൽ ബി വെരി ലെസ്. ഒരു ഫോട്ടോണിന്റെ എനർജി എന്ന് പറയുന്നത് ആൾ വളരെ ചെറുതായിരിക്കും. ലൈറ്റിനകത്ത് നമ്മൾ സാധാരണ ഒരു ബൾബ് ഓൺ ആക്കി അല്ലെങ്കിൽ സണ്ണിൽ നിന്ന് വരുന്നതിനകത്തൊക്കെ there will be many photons, ഒരുപാട് ഫോട്ടോൺസ്, ബില്യൺസ് ഓഫ് ഫോട്ടോൺസ് ഉണ്ടാവും. ബില്യൺസ് ആൻഡ് ബില്യൺ, ട്രില്യൺസ്, അതിന്റെ അപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്രയും ഫോട്ടോൺസ് ഉണ്ടാവും. ഓഫ് ദി ഓർഡർ ഓഫ് 10⁻20, 10⁻25 ആ അത്രയും ഓർഡർ ഓഫ് ഫോട്ടോൺസ് ഒക്കെ ആണ് നമ്മൾ സാധാരണ വരുന്നത്. ഒരു ഫോട്ടോണിന്റെ എനർജി എന്ന് പറയുന്നത് എന്താണ്? വളരെ ചെറിയ എനർജിയാണ്. ദി എനർജി ഓഫ് വൺ ഫോട്ടോൺ ഈസ് വെരി ലെസ്. സോ അത് നമ്മൾ പറയുന്നത് ജൂൾസിലല്ല. ജൂൾസിലല്ല പറയുക. സാധാരണ ഇലക്ട്രോൺ വോൾട്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫോട്ടോണിന്റെ എനർജി ഒക്കെ സാധാരണ പറയാം. ദി യൂണിറ്റ് ഓഫ് photons energy we usually use it as electron volts. അത് അങ്ങനെ തന്നെയാണല്ലേ. നമ്മൾ ഓരോ സംഗതിയും സ്കെയില് മാറുന്നതിനനുസരിച്ച് പുതിയ കൺവീനിയന്റ് ആയിട്ടുള്ള യൂണിറ്റ്സ് നമ്മൾ ഫിസിക്സിലാണെങ്കിലും സയൻസിൽ കൊണ്ടുവരും. ഫോർ എക്സാമ്പിൾ ആറ്റംസിന്റെ മാസ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും കിലോഗ്രാം ആണോ യൂസ് ചെയ്യാം? ആറ്റംസിന്റെ അല്ലെങ്കിൽ മോളിക്യൂൾസിന്റെ മാസ് യൂസ് ചെയ്യാം. മോളാർ മാസ് അല്ല പറയുന്നത്. മോളാർ മാസ് പറഞ്ഞാൽ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ മാസ് ആണ് മോളാർ മാസ്. അതല്ല, അത് ഗ്രാംസിലാണ് നമ്മൾ സാധാരണ പറയാം, അല്ലെങ്കിൽ കിലോഗ്രാമിൽ വേണമെങ്കിലും പറയാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആറ്റോമിക് മാസ് ഒക്കെ നമ്മൾ ഇതിലാണോ പറയാറുള്ളത്? കിലോഗ്രാമിലാണോ പറയാറുള്ളത്? അല്ല, അറ്റോമിക് മാസ് യൂണിറ്റിലാണ് പറയാറുള്ളത് അല്ലെ. അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ AMU അല്ലെങ്കിൽ U എന്നൊക്കെ പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്ന ആ യൂണിറ്റിലാണ് അറ്റോമിക് മാസ് യൂണിറ്റ് പറയുന്നത്. കാരണം എന്താണ്? ആ മാസ് വളരെ ചെറിയ മാസാണ്. അതിന്റെ കൂടെ എപ്പോഴും കിലോഗ്രാം എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് 1.6 into 10⁻⁻27 എന്നൊക്കെ പറയുന്നത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. സോ ദാറ്റ് ഈസ് ഡിഫിക്കൽട്ട്, അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ സ്കെയിലിലുള്ളൊരു, ആ മാസിന്റെ റേഞ്ചിലുള്ളൊരു യൂണിറ്റ് ഡിഫൈൻ ചെയ്തിട്ട് അതിന്റെ ടേംസിൽ നമ്മൾ അത് പറയും അല്ലെ. അതേപോലെ തന്നെ ഫോർ എക്സാമ്പിൾ ഡിസ്റ്റൻസ് അല്ലെ, വെരി ഡിസ്റ്റൻസ് സ്റ്റാർസിലോട്ടും സണ്ണിലോട്ടൊക്കെ ഉള്ള ഡിസ്റ്റൻസ് നമ്മൾ സാധാരണ മീറ്ററിലോ കിലോമീറ്ററിലോ അല്ല പറയാം. സണ്ണിലോട്ട് ചിലപ്പം പറയായിരിക്കും, അസ്ട്രോണമിക്കൽ യൂണിറ്റിലൊക്കെ പറയായിരിക്കും. ബട്ട് ദി ഡിസ്റ്റൻസ് ടു ദി സ്റ്റാർസ് വി യൂഷ്വലി ഡോണ്ട് സേ ഇൻ കിലോമീറ്റേഴ്സ് ഓർ മീറ്റേഴ്സ്. സാധാരണ മീറ്റേഴ്സിലോ കിലോമീറ്റേഴ്സിലോ ഒന്നും പറയാറില്ല. സാധാരണ ലൈറ്റ് ഇയറിലാണ് പറയാറുള്ളത് അല്ലെ. ലൈറ്റ് ഇയറിലാണ് എന്ത് പറയുന്നത്? ഡിസ്റ്റൻസ് ടു ദി സ്റ്റാർസ് എന്ന് പറയുന്നത്. കാരണം മീറ്ററിലും കിലോമീറ്ററിലും പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു വാല്യൂ എപ്പോഴും ഒരു 10⁻⁻8 അങ്ങനെ മൾട്ടിപ്ലൈ അല്ലെ 10⁻⁻ എന്തൊക്കെയോ സംഭവങ്ങൾ വരും അല്ലെ. വലിയൊരു വാല്യൂ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. സോ ആ റേഞ്ചിലുള്ള ഒരു പുതിയൊരു യൂണിറ്റ് ഡിഫൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യാണ് ചെയ്യുക? അതിന്റെ ടേംസിൽ പറയാൻ ചെയ്യും. ഓക്കെ, അങ്ങനെ തന്നെയാണ് നമ്മൾ എല്ലാ കേസിലും പ്രൊസീഡ് ചെയ്യുക. So in the case of energy of a photon also we use new unit of energy called electron volt. EV എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്ന ഒരു പുതിയ യൂണിറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യും. ഓക്കെ, സോ എനർജി ഓഫ് ഫോട്ടോൺ is usually taken in അല്ലെങ്കിൽ in units of electron volt. അല്ലെങ്കിൽ the unit used for energy of photon is generally EV, electron volt എന്ന് പറയുന്ന യൂണിറ്റ് ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. സോ 1 electron volt എന്ന് വെച്ചാൽ എത്രയാണെന്ന് ചോദിച്ചാൽ 1 electron volt is nothing but 1.6 into ഇലക്ട്രോണിന്റെ ചാർജ് തന്നെ -19 joules. Okay, 1.6 into 10⁻⁻19 joules ആണ് എന്തെന്ന് പറയുന്നത് 1 electron volt എന്ന് പറയുന്നത്. അത് വളരെ ചെറിയ വാല്യൂ ആണ്. ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാണ്? 1.6 into 10⁻⁻19. ഇനി എങ്ങനെയാണ് ഇലക്ട്രോൺ വോൾട്ടിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? ഏത് യൂണിറ്റിനാണെങ്കിലും ഒരു ഡെഫിനേഷൻ ഉണ്ടാവുമല്ലോ അല്ലെ. ഈച്ച് യൂണിറ്റ് വിൽ ഹാവ് ഇറ്റ്സ് ഓൺ ഡെഫിനേഷൻ.
1 atomic mass unit ആണെങ്കിൽ we say that it is 1/12 of carbon 12th atom. കാർബൺ 12ന്റെ 1/12 ആണ് 1 atomic mass unit എന്ന് നമ്മൾ പറയാറുണ്ട്. അതേപോലെ ലൈറ്റ് ഇയർ എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഇയറിൽ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാണ്, അതിനെയാണ് നമ്മൾ ലൈറ്റ് ഇയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഓരോ യൂണിറ്റിനും ഡെഫിനിഷൻ ഉണ്ട്. വെറുതെ ഒരു വാല്യൂ കൊടുത്തിട്ട് ഈ വാല്യൂ ആണ് അത് എന്ന് പറയാറില്ല, യൂണിറ്റ് പറയാറുള്ളൂ. അതിനെന്തെങ്കിലുമൊക്കെ ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ടാവും. സോ 1 ഇലക്ട്രോൺ വോൾട്ട് കൊണ്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 1 ഇലക്ട്രോൺ വോൾട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ it is the kinetic energy acquired by the electron. It is the kinetic energy acquired by the electron when it is accelerated from rest through 1 volt of potential difference. അപ്പോൾ നമുക്കറിയാം ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിനെ, ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ V1 V2 ആണ് പൊട്ടൻഷ്യൽ എന്ന് വിചാരിച്ചു. ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഇവിടെ നിന്ന് ഇത് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആണെന്ന് വിചാരിച്ചു. പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ്. ഇപ്പൊ V1 എന്ന് പറയുന്ന പൊട്ടൻഷ്യലിൽ നിൽക്കുമ്പോൾ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? പൊട്ടൻഷ്യൽ ഇൻറ്റു ചാർജ് ചെയ്ത പൊട്ടൻഷ്യൽ എനർജി ആയി. Q ഇൻറ്റു V1 എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. അപ്പൊ അതിനെ ഇങ്ങോട്ട് കൊണ്ടുപോവാണ്. സേ V1 ഈസ് മോർ ദാൻ V2. V1 ഈസ് മോർ ദാൻ V2. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട് ഉണ്ടാവും. സോ ഇലക്ട്രിക് ഫീൽഡ് ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ ആണ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വിൽ ബി ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. സോ അയാൾ എന്ത് ചെയ്യുന്നു? Q എവിടെ എത്തുന്നു? V2 എന്ന് പറയുന്ന പൊട്ടൻഷ്യലിൽ എത്തുന്നു. സ്പേസിൽ ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ V1, വേറൊരു പോയിന്റിലെ പൊട്ടൻഷ്യൽ V2. സോ അങ്ങനെയാണെങ്കിൽ there is a change in potential energy, അല്ലേ? There is a decrease in potential energy. Q into V1 ഇനീഷ്യലി ഉണ്ടായിരുന്നു. Q into V2 എന്ന് പറയുന്ന ഫൈനൽ സ്മോളർ പൊട്ടൻഷ്യൽ എനർജിയിലോട്ട് അയാൾ പോയി. സോ there is a decrease in potential energy. If V2 is less than V1 ആണെന്ന് വിചാരിച്ചു, V is the potential energy here. സോ ഡിക്രീസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജി എന്തായിട്ടാണ് മാറുന്നത് ഇവിടെ? That decrease in ഇവിടെ വേറെ ഫോഴ്സസ് ഒന്നുമില്ല. There is no other force, only electrostatic force is there. That decrease in potential energy will be converted into kinetic energy. Okay, kinetic energy. So when a charged particle is accelerated through a potential difference, its decrease in potential energy will be the increase in kinetic energy. അതിന്റെ increase in kinetic energy ആയിട്ട് മാറും. So change in kinetic energy എന്താണെന്ന് ചോദിച്ചാൽ Q into that potential difference. Okay, Q into that V2 minus V1 അല്ലെങ്കിൽ V1 minus V2, whatever it may be. Q into V1 minus V2 എന്ന് വരും. Okay. So the change in kinetic energy will be Q into potential difference ചെയ്താൽ മതിയോ? Q into potential difference. So what is 1 electron volt? Electron charge നമുക്കറിയാം E ആണ്. When electron is accelerated through 1 electron volt, 1 electron വോൾട്ടിലൂടെ ഇലക്ട്രോൺ ആക്സിലറേറ്റ് 1 വോൾട്ടിലൂടെ ഇലക്ട്രോൺ ആക്സിലറേറ്റ് ചെയ്താൽ അതിന് കിട്ടാൻ പോകുന്ന കൈനറ്റിക് എനർജി എത്രയാണ്? ചാർജ് E ആണ് ഇൻറ്റു 1 വോൾട്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 1 ഇലക്ട്രോൺ വോൾട്ട്. സോ ഇങ്ങനെ എഴുതിക്കും. It is the kinetic energy acquired by the electron. It is the 1 electron volt is the kinetic energy acquired by a free electron. Is the kinetic energy acquired by a free electron when it is accelerated. Acquired by a free electron when it is accelerated. When it is accelerated through a potential difference of 1 volt. 1 volt from rest. അപ്പോൾ റെസ്റ്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഇനീഷ്യൽ കൈനറ്റിക് എനർജി 0 ആണ്. അപ്പൊ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി ഫൈനൽ മൈനസ് കൈനറ്റിക് എനർജി ഇനീഷ്യൽ ആണ്. ഓക്കെ, സോ ഇനീഷ്യൽ 0 ആണെന്നുണ്ടെങ്കിൽ ഫൈനൽ കൈനറ്റിക് എനർജി തന്നെ ആയിരിക്കും 1 ഇലക്ട്രോൺ. 1 ഇലക്ട്രോൺ വോൾട്ടിന്റെ വാല്യൂ മറക്കാതിരിക്കുക. ദാറ്റ് ഈസ് 1.6 into 10 raised to minus 19 joules. That's it. Okay. നമ്മൾ ഡീൽ ചെയ്യുന്ന എന്തായിരിക്കും? ഇലക്ട്രോൺ വോൾട്ടുമായിട്ടാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് സാധാരണ. ഓക്കെ, ഇനി വേവ് ലെങ്ത് സാധാരണ നമുക്ക് എന്ത് യൂണിറ്റിലാണ് സാധാരണ വരാറുള്ളത്? നാനോമീറ്റർ യൂണിറ്റ് അല്ലെങ്കിൽ ആങ്സ്ട്രോം യൂണിറ്റിലാണ് സാധാരണ നമുക്ക് വേവ് ലെങ്ത് വരാറുള്ളത്. സോ അതുകൊണ്ട് തന്നെ HCയുടെ വാല്യൂ, ദി വാല്യൂ ഓഫ് HC ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദിസ് ചാപ്റ്റർ. HCയുടെ വാല്യൂ വിൽ ബി 1242 EV nanometer. The value of HC is 1242 electron volt nanometer.
അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് പ്രോബ്ലംസ് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് 1240 EV നാനോമീറ്റർ. HC ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വാല്യൂ അറിഞ്ഞിരിക്കണം. 1240 ഇലക്ട്രോൺ വോൾട്ട് നാനോമീറ്റർ ആണ് എന്ത് എന്ന് പറയുന്നത് HCയുടെ വാല്യൂ ആയിട്ട് വരുന്നത്. ഇലക്ട്രോൺ വോൾട്ട് നാനോമീറ്റർ. അതല്ലെങ്കിൽ ആങ്സ്ട്രത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് 12400 ഇലക്ട്രോൺ വോൾട്ട് 12400 ഇലക്ട്രോൺ വോൾട്ട് ഓക്കെ 12400 ഇലക്ട്രോൺ വോൾട്ട് ആങ്സ്ട്രോം എന്നത് 12400 ഇലക്ട്രോൺ വോൾട്ട് ആങ്സ്ട്രോം. ആങ്സ്ട്രോം ആവുമ്പോൾ ഇവിടെ 10⁻⁻9 ഉള്ളത് നാനോമീറ്റർ എന്ന് പറയുമ്പോൾ 10⁻⁻9 ആണ്. അതിന് അവിടെ ഒരു 10⁻⁻10 ആകുമ്പോൾ ഇവിടെ ഒരു 0, ഇവിടെ ഒരു 10 ഇട്ടിട്ട് എന്ത് ചെയ്താൽ മതി, അപ്പുറത്ത് 10⁻⁻10 ആക്കിയാൽ മതി. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, 12400 ഇലക്ട്രോൺ വോൾട്ട് ആങ്സ്ട്രോം. ഈ വാല്യൂ അറിഞ്ഞിരിക്കല് നിർബന്ധമാണ്. അപ്പോ എനർജി എത്രയാണെന്ന് ചോദിച്ചാൽ സേ ഒരാൾ പറയാണ് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് 300 നാനോമീറ്റർ, അല്ലെങ്കിൽ the wavelength of a light is 300 nanometer. What is the energy of one photon? എന്ന് ചോദിച്ചാൽ HCയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എപ്പോഴും ഡിവൈഡ് ചെയ്തിട്ട് അതിനെ ഇലക്ട്രോൺ വോൾട്ടിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിവൈഡഡ് ബൈ 1.6 into 10⁻⁻19 ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം പോകും. യു വിൽ നോട്ട് ഹാവ് സഫീഷ്യന്റ് ടൈം ഫോർ ദാറ്റ്. സോ എന്ത് ചെയ്യുക, നേരിട്ട് 1240 ഡിവൈഡ് ബൈ 300 നാനോമീറ്റർ. അപ്പൊ ഈ നാനോമീറ്ററും HCയിലുള്ള നാനോമീറ്ററും ക്യാൻസൽ ചെയ്ത് പോയിട്ട് അവസാനം എന്ത് ആൻസർ കിട്ടും? അവസാനം നമുക്ക് ഇലക്ട്രോൺ വോൾട്ടിൽ ഒറ്റയടിക്ക് ആൻസർ കിട്ടും. ഇതിന്റെ കേസിൽ എത്ര വരും ആൻസർ? 1240 ഡിവൈഡ് ബൈ 300 ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി 4 4.13 എന്നോ അങ്ങനെ എന്തെങ്കിലും ആൻസർ കിട്ടും. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. സോ അത് ഓർത്തിരിക്കുക, വെരി ഇമ്പോർട്ടന്റ് ആണ് ഈ ചാപ്റ്ററിൽ. HCയുടെ വാല്യൂ 1240 EV നാനോമീറ്റർ. അത് ഓർത്താലും മതി. 12400 പിന്നെ അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. ഓക്കെ, സോ ദാറ്റ്സ് വെരി സിമ്പിൾ. ഓക്കെ, 1240 EV നാനോമീറ്റർ. ദി വാല്യൂ ഓഫ് HC ഈസ് എങ്ങനെ കിട്ടിയതാണ്? നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്താണ്. ആദ്യം Hന്റെ വാല്യൂ സിയുടെ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇലക്ട്രോൺ വോൾട്ടിലോട്ട് ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുക. ഡിവൈഡ് ബൈ 1.6 into 10⁻⁻19 ചെയ്താലാണ് ഇത് വാല്യൂ കിട്ടാൻ പോകുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദി എനർജി ഓഫ് ഫോട്ടോൺ. ഇനി അടുത്തത് മൂന്നാമത്തെ പ്രോപ്പർട്ടി, മൊമെന്റം ഓഫ് ഫോട്ടോൺ. Momentum of photon. The momentum of photon is given by P is equal to h by lambda. The momentum of photon is given by P is equal to h by lambda, Planck's constant divided by its wavelength. Or നമുക്കറിയാം എനർജി is equal to hc by lambda ആണ്. എനർജി is equal to hc by lambda ആണ് നമുക്കറിയാം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ h by lambda എന്ന് പറയുമ്പോൾ ഈ c ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി അല്ലേ. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് മൊമെന്റം ഈസ് ഈക്വൽ ടു h by lambda ഓർ എങ്ങനെ എഴുതാം, e by c എന്ന് എഴുതാം. ഇൻ ടേംസ് ഓഫ് എനർജി എഴുതാണെന്നുണ്ടെങ്കിൽ എനർജി ബൈ ഇറ്റ്സ് വേവ് ലെങ്ത്, എനർജി ബൈ ഇറ്റ്സ് സ്പീഡ്, എനർജി ബൈ സ്പീഡ് എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ദി വേവ് ലെങ്ത് ഓഫ് എ ഫോട്ടോൺ. അതാണ് ഒരു ഫോട്ടോണിന്റെ വേവ് ലെങ്തും മൊമെന്റവും തമ്മിലുള്ള റിലേഷൻ. ഇറ്റ് ഈസ് ഇ ബൈ സി ഓർ h by lambda എന്ന് എഴുതാൻ പറ്റും. സോ ദാറ്റ് ഈസ് അബൌട്ട് ദി പ്രോപ്പർട്ടീസ് ഓഫ് ഫോട്ടോൺ. ഇത്രയാണ് ഫോട്ടോണിന്റെ ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടീസ്. വേറെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു, ഞാൻ അത് നമുക്ക് അതിനെ ചാപ്റ്റർ വരുന്നതിന് പ്രൊസീഡ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് പറയാൻ നോക്കാം. വേറെ എന്തോ ഒന്ന് രണ്ടും കൂടി ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ എൻ്റെ കയ്യിൽ മെറ്റീരിയൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചില മൈനർ ഡീറ്റെയിൽസ് ചിലപ്പോൾ വിട്ടു പോവാം. ബട്ട് ആസ് ചാപ്റ്റർ പ്രൊസീഡ്സ് അതെന്തായാലും പറയും. ഓക്കെ, സോ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, how many photons are emitted per second by a 5 milliwatt laser source operating at
632.8 nanometer. How many photons are emitted per second by a 5 milliwatt laser source operating at 632 nanometer? 632.8 nanometer. Now question. So ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? ഒരു സോഴ്സ് എത്ര ഫോട്ടോൺസിനെ എമിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. ഒരു സോഴ്സ് എത്ര ഫോട്ടോൺസിനെ എമിറ്റ് ചെയ്യുന്നുണ്ട് ഒരു സെക്കൻഡിൽ എന്നാണ് ക്വസ്റ്റ്യൻ. സോ സോഴ്സിന്റെ പവർ തന്നിട്ടുണ്ട് അല്ലെ. ദി പവർ ഓഫ് ദി സോഴ്സ് ഇസ് ഗിവൺ 5 മില്ലി വാട്ട്സ് ആണ്. 5 മില്ലി വാട്ട്സ് ആണ് പവർ എന്ന് പറയുന്നത്. ഇപ്പൊ വാട്ട്സിലൊക്കെ പവർ തരികയാണെന്നുണ്ടെങ്കിൽ ദി പവർ ഇസ് ഗിവൺ ഇൻ വാട്ട്സ്, വി ക്യാൻ യൂസ് എച്ചിന്റെ വാല്യൂ ഒക്കെ SI യൂണിറ്റിൽ തന്നെ യൂസ് ചെയ്യുന്നതാണ് എളുപ്പം. അതല്ലെങ്കിൽ അങ്ങോട്ട് ഈ 1240 എന്നുള്ള യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് 1240 എന്നുള്ള യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് SI യൂണിറ്റിലാണ് പവർ ഒക്കെ തരുന്നുണ്ടെങ്കിൽ SI യൂണിറ്റ് തന്നെ യൂസ് ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും എളുപ്പം എന്ന് എനിക്ക് തോന്നുന്നു. സോ 5 മില്ലി വാട്ട്സ്, ഒരു സോഴ്സിന്റെ പവർ 5 മില്ലി വാട്ട്സ് ആണെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ മീനിങ്? ദിസ് ഈസ് ദി എനർജി എമിറ്റഡ് പെർ സെക്കൻഡ്. Five milliwatts is the energy emitted per second. അല്ലേ? ഒരു സെക്കൻഡിൽ എമിറ്റ് ചെയ്യുന്ന എനർജിനല്ലേ നമ്മൾ പവർ എന്ന് പറയുന്നത്. എനർജി എമിറ്റഡ് പെർ സെക്കൻഡ്. നമ്മളോട് എന്താണ് ഇതിനകത്ത് ചോദിച്ചത്? നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് ആണ് ചോദിച്ചത്. ഹൗ മെനി ഫോട്ടോൺസ് ആർ എമിറ്റഡ്? ഹൗ മെനി ഫോട്ടോൺസ് ആർ എമിറ്റഡ് എന്നാണ് നമ്മളോട് ചോദിച്ചത്. സോ എനർജി എമിറ്റഡ് പെർ സെക്കൻഡ് ആണ് ഇത്. ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് number of photons emitted per second. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാട്ടോ. നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ് ഇൻറ്റു എനർജി ഓഫ് 1 ഫോട്ടോൺ എന്ന് എഴുതിക്കൂടെ? പറഞ്ഞു മനസ്സിലായോ? അതായത് എനർജി എമിറ്റഡ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ എത്ര എനർജി എമിറ്റ് ചെയ്യുന്നു. ഒരു സെക്കൻഡിൽ 2 ഫോട്ടോൺസിന് എങ്ങനെയാണ് എനർജി എമിറ്റ് ചെയ്യുന്നത്? ഫോട്ടോൺസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? എനർജി എമിറ്റ് ചെയ്യുന്നത്. ലൈറ്റ് ഈസ് എമിറ്റഡ് ആസ് ഫോട്ടോൺസ്. സോ ഫോട്ടോൺസ് ആയിട്ടാണ് എനർജി എമിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡിൽ 2 ഫോട്ടോൺ എമിറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിൽ എമിറ്റ് ചെയ്യുന്ന എനർജി എത്രയാണ്? 2 ഫോട്ടോൺസിന്റെ എനർജി അല്ലേ? ഒരു സെക്കൻഡിൽ 2 ഫോട്ടോൺസ് ആണ് എമിറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ 2 ഫോട്ടോൺസിന്റെ എനർജിയാണ് ഒരു സെക്കൻഡിൽ എമിറ്റ് ചെയ്യുന്നത്. അതിനെങ്ങനെ എഴുതാൻ പറ്റും? 2 into എനർജി ഓഫ് 1 ഫോട്ടോൺ ചെയ്താൽ 2 ഫോട്ടോൺസിന്റെ എനർജി കിട്ടും. ഒരു സെക്കൻഡിൽ എമിറ്റ് ചെയ്തത് 100 ഫോട്ടോൺസ് ആണ്. ഇൻ 1 second 100 photons are emitted. So what is the energy emitted per second? That is power. അതിനെങ്ങനെ എഴുതാൻ പറ്റും? That will be equal to energy of 100 photons. That means 100 into energy of 1 photon ചെയ്താൽ 100 photons in energy കിട്ടും. That is the energy emitted per second. That is the power. Okay, power. So power can be written as power of a source is the power of a source is NH nu. NH nu, where N is the number of photons emitted per second. N is the total number of photons emitted per second. ഇനി NHC by lambda എന്നോ എന്ത് വേണമെങ്കിലും എഴുതാം. Is it clear? പറഞ്ഞു മനസ്സിലായോ? ഓക്കെ അല്ലേ? ഓക്കെ. സോ ആ കൺസെപ്റ്റ് ഓർത്താൽ മതി. ഒരു സെക്കൻഡിൽ 100 ഫോട്ടോൺസ് എമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡിൽ എനർജി എന്താ? 100 ഫോട്ടോൺസിന്റെ എനർജി. 100 ഫോട്ടോൺസിന്റെ എനർജി. സോ പവർ ഈസ് ഈക്വൽ ടു NH nu, where N is the number of photons emitted per second. So N is equal to power divided by H nu എന്ന് എഴുതാം. Where H nu is the energy of 1 photon. H nu ആണ് ഒരു ഫോട്ടോണിന്റെ എനർജി എന്ന് പറയുന്നത്. ഒരു ഫോട്ടോണിന്റെ എനർജി. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കണ്ടുപിടിച്ച് 5 into 10 raised to minus 3, 5 milliwatts ആണ്. Divided by HC by lambda. H എത്രയാണ്? 6.6 into 10 raised to minus 34.
into 3 into 10 raised to 8 സിയുടെ വാല്യൂ എച്ച് സി ബൈ ലാംഡ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ലാംഡ ആണല്ലോ തന്നിട്ടുള്ളത്. ഡിവൈഡഡ് ബൈ 6.3 into 10 raised to 632. Sorry. 632 into 10 raised to minus 9. 632 into 10 raised to minus 9 എന്ന് വരും. So this can be 10 raised 6.32 into 10 raised to minus 7. 6.32 into 10 raised to minus 7. അതും ഇതും കട്ട് ചെയ്തുപോലെ 10 raised to minus 27 ഉണ്ടാവും. 10 raised to minus 27 8 മുതൽ 10 raised to minus 19 ഉണ്ടാവും. പിന്നെ മുകളിലൊരു മൈനസ് 3 ഉണ്ട്, അതും കൂടി മുകളിലോട്ട് എടുത്താൽ 10 raised to ഇത് മുകളിലോട്ട് വരുമ്പോൾ 10 raised to plus 19 ആവും, 10 raised to 16 ആയിട്ട് മാറും. പിന്നെ ഉള്ളത് 6.6ഉം 6.3ഉം ഓൾമോസ്റ്റ് കട്ട് ചെയ്ത് കണ്ടേ. പിന്നെ ബാക്കിയുള്ളത് 5/3 മാത്രമാണ്. സോ അപ്രോക്സിമേറ്റ്ലി 1.6 5/3 എന്ന് പറഞ്ഞാൽ 1.66 ആണ്. 1.6 into 10 raised to മൈനസ് അല്ല പ്ലസ് 10 raised to 16 photons. 1.6 into 10 raised to 16 photons ആണ് അവിടെ ഉണ്ടാവാൻ പോകുന്നത് അപ്രോക്സിമേറ്റ്ലി. Is it clear? Okay. So ഇവിടെ എസ് ഐ യൂണിറ്റ് യൂസ് ചെയ്യാനുള്ള റീസൺ ഇവിടെ പവർ തന്നിട്ടുള്ള എസ് ഐ യൂണിറ്റിലാണ്. അതല്ലെങ്കിൽ പിന്നെ എച്ച് സി ബൈ ലാംഡ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്, അപ്പൊ നമുക്ക് 1240 അങ്ങനെയാണെങ്കിൽ 1240 ഡിവൈഡ് ബൈ 632 എന്നോ അങ്ങനെ എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇ വി നാനോമീറ്റർ ആണല്ലോ, ഇ വി നാനോമീറ്റർ 632 നാനോമീറ്റർ ആണ്, ഇതും പോകും. ബാക്കി ഉണ്ടാവുക 1240 ഡിവൈഡ് ബൈ 632, അപ്രോക്സിമേറ്റ്ലി 2 ഇലക്ട്രോൺ വോൾട്ട്സ്. ഉറപ്പില്ല, ചെറിയൊരു മാറ്റം വരാം. അപ്രോക്സിമേറ്റ്ലി 632ന്റെ ഡബിൾ 1264 എന്ന് വരും. അതിനേക്കാളും കുറച്ച് കുറവാണ്. അപ്രോക്സിമേറ്റ്ലി ഒരു 1.9 ഇലക്ട്രോൺ വോൾട്ട്സ് 2 ഇലക്ട്രോൺ വോൾട്ട്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എത്രയാണ് 2 ഇലക്ട്രോൺ വോൾട്ട്സ് എന്ന് പറയുമ്പോൾ എത്രയാണ് 2 into 1.6 into 10 raised to minus 19. 2 into 1.6 into 10 raised to minus 19 joules. ഓക്കെ, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ഏകദേശം ആ വാല്യൂ തന്നെ വരും. ഏകദേശം എന്നേ പറഞ്ഞോളൂ. ദാറ്റ് വിൽ ബി 3.2 അല്ലെ, 5/3.2 എന്ന് വരും. അത് തന്നെ ഇവിടെ വരാം കേട്ടോ. 6.6 ഡിവൈഡ് ബൈ 6.32 ചെയ്യുമ്പോൾ 3.2 വരാം ഏകദേശം. 5/3.2 into 10 raised to minus 5 into 10 raised to minus 3 divided by 3.2 into 10 raised to minus 19. കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ചെയ്താലും ആൻസർ കിട്ടും. ഓക്കെ, ഏകദേശം സെയിം ആൻസർ തന്നെ we will get. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ലുക്ക് അറ്റ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിനകത്ത് വാല്യൂസ് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഈ വാല്യൂ എന്ന് പറയുന്നത് this is 4 into 10 raised to 20 ആണ്. This value is 4 into 10 raised to 20. അടുത്ത ക്വസ്റ്റ്യൻ. A monochromatic source of light operating at 200 watts emits 4 into 10 raised to 20 photons per second. Find the wavelength of the light. Find the wavelength of the light. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് തന്നെയാണ്. വെച്ചിട്ട് ചെയ്യേണ്ടതാണ്. പെട്ടെന്ന് ചെയ്തൂടെ? പവർ തന്നിട്ടുണ്ട്. പവർ എത്രയാ? 200 വാട്ട്സ്. നമ്പർ ഓഫ് ഫോട്ടോൺസ് തന്നിട്ടുണ്ട് 4 into 10 raised to 20. വേവ് ലെങ്ത് ആണ് ചോദിച്ചത്. വേവ് ലെങ്ത്.
So power is equal to NH nu എന്ന് എഴുതാം. NHC by lambda എന്ന് എഴുതാം. ബാക്കി നിങ്ങൾ ചെയ്തോളൂ. ബാക്കി ചെയ്തോളൂ അല്ലേ? അത് ചെയ്യണ്ടല്ലോ. ഹോംവർക്ക് ആയിട്ട് ചെയ്തോട്ടോ. ഓക്കെ. എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ. A hydrogen atom moving at a speed of v absorbs a photon of wavelength 122 nanometer and stops. Find the value of v. What is the value of v എന്നാണ് question. Mass of hydrogen atom is 1. അതെല്ലാവർക്കും അറിയുന്നതാണ്, ഏകദേശം 1 atomic mass unit. 1.6 into 10 raised to minus 27 kilogram. 1.6 into 10 raised to minus 27 kilogram. Mass of hydrogen atom is 1.6 into 10 raised to minus 27 kilogram. So the hydrogen atom ഉണ്ട്, that is moving at a speed of v. ഇതെന്ത് ചെയ്യാണ്? ഇതിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാണ്? ഇറ്റ് ഈസ് അബ്സോർബിങ് എ ഫോട്ടോൺ. ഒരു ഫോട്ടോൺ അബ്സോർബ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്? സ്റ്റോപ്പ് ചെയ്യാണ്. Mass of hydrogen atom തന്നിട്ടുണ്ട്. We are asked to find out the velocity of hydrogen atom. ഹൈഡ്രജൻ ആറ്റത്തിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കുക. എങ്ങനെ ചെയ്യാൻ പറ്റും? ഇത് എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യുക? എപ്പോഴായിരിക്കും സ്റ്റോപ്പ് ചെയ്യുക? രണ്ട് പാർട്ടിക്കിൾസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻസിൽ മൂവ് ചെയ്യും. ഓക്കെ, അവര് കൊളൈഡ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? ഒരു കൊളൈഡ് എടുത്തിട്ട് ഒന്നായി, അല്ലെങ്കിൽ ഒന്ന് മറ്റേതിനെ അബ്സോർബ് ചെയ്തു എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു ബ്ലോക്ക് വരുന്നു, ഇപ്പുറത്തുനിന്ന് ഒരു ബുള്ളറ്റ് വരുന്നു. ഈ ബ്ലോക്ക് എന്ത് ചെയ്യുന്നു? ഈ ബുള്ളറ്റിനെ കംപ്ലീറ്റ് ആയിട്ട്, കണ്ണിന്ന് വരുന്ന ബുള്ളറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യുക എന്ന് വെച്ചാൽ അത് അതിന്റെ ഉള്ളിലോട്ട് പെൻട്രേറ്റ് ചെയ്ത് പോയി. സിമിലർ സിറ്റുവേഷൻ ആണ്. ഹൈഡ്രജൻ ആറ്റം ഫോട്ടോൺ അബ്സോർബ് ചെയ്തു. ഓക്കെ, അത് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വരണം? ഇവിടുന്ന് വരുന്ന ബുള്ളറ്റിന്റെയും ഇവിടുന്ന് വരുന്ന ബ്ലോക്കിന്റെയും മൊമെന്റം ക്യാൻസൽ ചെയ്ത് പോകണം. എനർജി അല്ല ക്യാൻസൽ ചെയ്ത് പോകേണ്ടത്. കൈനറ്റിക് എനർജി അല്ല ക്യാൻസൽ ചെയ്ത് പോകേണ്ടത്. കൈനറ്റിക് എനർജി ക്യാൻ ബി കൺസേർവ്ഡ്, ഓർ കൈനറ്റിക് എനർജിക്ക് പ്രത്യേകിച്ച് ഡയറക്ഷൻ ഒന്നുമില്ല. ഓക്കെ, സോ കൈനറ്റിക് എനർജി ഡസ് നോട്ട് ക്യാൻസൽ ഈച്ച് അതർ. അത് ആഡ് ചെയ്യാവുള്ളൂ എല്ലാ സിറ്റുവേഷനും. മൊമെന്റം ആണ് എന്ത് ചെയ്യേണ്ടത്? ക്യാൻസൽ ചെയ്ത് പോകേണ്ടത്. ദി മൊമെന്റം ഓഫ് ഈച്ച് പാർട്ടിക്കിൾ ഷുഡ് ക്യാൻസൽ ഈച്ച് അതർ. സോ ഇലക്ട്രോണിന്റെ മൊമെന്റവും ഹൈഡ്രജൻ ആറ്റത്തിന്റെ മൊമെന്റവും എന്തിന്റെ മൊമെന്റവും ക്യാൻസൽ ചെയ്ത് പോകണം? ഫോട്ടോണിന്റെ മൊമെന്റവും കൂടി ക്യാൻസൽ ചെയ്ത് പോകണം. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഇവിടുന്ന് വരുന്ന ഫോട്ടോണിന്റെ മൊമെന്റവും ഇവിടുന്ന് വരുന്ന ഹൈഡ്രജൻ ആറ്റത്തിന്റെ മൊമെന്റവും സെയിം ആണ്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് പോകും. ഇനീഷ്യൽ മൊമെന്റം ക്യാൻസൽ ചെയ്ത് പോയി 0 ആയി എന്ന് പറഞ്ഞാൽ ഫൈനൽ മൊമെന്റം 0 ആണെന്നുണ്ടെങ്കിൽ ഹൈഡ്രജൻ ആറ്റം സ്റ്റോപ്പ് ചെയ്യണം. സോ ദെയർ മൊമെന്റ ക്യാൻസൽ ഈച്ച് അതർ. അവരുടെ മൊമെന്റം ആണ് എന്ത് ചെയ്യുന്നത്? അവിടെ ക്യാൻസൽ ചെയ്ത് പോകുന്നത്. സോ ഇത് ഹൈഡ്രജൻ ആറ്റം, ഇവിടുന്ന് ഫോട്ടോൺ ഇവിടുന്ന് വരുന്നു അല്ലെ? ഇവിടുന്ന് ഹൈഡ്രജൻ ആറ്റം mv എന്ന് പറയുന്ന മൊമെന്റത്തിൽ പോകുന്നു. രണ്ടുപേരുടെയും മൊമെന്റം ക്യാൻസൽ ചെയ്ത് പോകും. ഇയാളുടെ മൊമെന്റം എന്താണ്? h by lambda. ഫോട്ടോണിന്റെ മൊമെന്റം എന്ന് പറയുന്നത് h by lambda ആണ്. സോ ഇൻ ഓർഡർ ടു സ്റ്റോപ്പ് ദെയർ മൊമെന്റ ഷുഡ് ക്യാൻസൽ ഈച്ച് അതർ. അവരുടെ മൊമെന്റം എന്തായി പോണം? ക്യാൻസൽ ആയിട്ട് പോണം. എന്നാ കണ്ടുപിടിച്ചേ, പെട്ടെന്ന് പറഞ്ഞേ. സോ mv ഹാസ് ടു ബി ഈസ് ഈക്വൽ ടു h by lambda. mvയുടെ ഇക്വേഷൻ എന്ത് വരണം? h by lambda ആവണം. mv has to be equal to h by lambda. So v is equal to h by lambda m. That is 6.6 into 10 raised to minus 34 divided by lambda എത്രയാണ്? 400 അല്ല 122. 122 into 10 raised to minus 9. 1.22 into 10 raised to minus 7 എഴുതാം. മാസ് എത്രയാണ്? 1.67 into 10 raised to minus 27. So ഇത് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്ത് കളയാം. This will be 10 raised to
10 raised to minus 7 ബാക്കി ഉണ്ടാവും. ഇവിടെ 10 raised to minus 2 ബാക്കി ഉണ്ടാവും. മുകളിലോട്ട് വന്നാൽ 10 raised to 2. 10 raised to 7 ആക്കി അതും പോയി. ഇവിടെ 1.22 ആക്കിയാൽ മതി, അത് പൊക്കോളും. So 6.6 divided by 1.22 into 1.67. So this is approximately 3. 3 divided by 1.67. 1.67 എന്ന് പറഞ്ഞാൽ എന്താ basically? 1.67 എന്ന് പറഞ്ഞാൽ 5/3 ആണ് ഏകദേശം. So 9/5. ഇതന്നല്ലേ വരെ, വേറെ ഏതുണ്ടോ? സോറി, ഇതെങ്ങനെയാ 3 ആയി? ഇത് 3 അല്ലല്ലോ. 1.22 6.6 divided by 1.22 3 അല്ലല്ലോ. എത്ര വരും ഏകദേശം? ഏകദേശം എത്ര വരും? ഇത് ഏകദേശം ഒരു 5 വരും. 5 point something വരും. 1.2 into 5 എത്രയാ? 60. So ഇത് ഒരു 5.5 ആ റേഞ്ച് വരും. So 5 divided by 5/3 എന്നൊക്കെ വരും. 5 divided by 5/3. 1/3. Approximately 3 point something വരും അല്ലേ? 3.1 meter per second. 3.3 എത്രയാണെന്ന് വെച്ചാൽ ആൻസർ എത്രയാണ്? 3.25 ആണ് അവർ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, 3.25 ആണ് അവർ കൊടുത്തിട്ടുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ്. അത്രയും മതി ആ ടോപ്പിക്. സോ ഇതാണ് എന്തെന്ന് പറയുന്നത് ഫോട്ടോൺ തിയറി ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലൈറ്റ് ഇതിനകത്ത് പഠിച്ചത് ലൈറ്റിന്റെ എനർജി, ലൈറ്റിന്റെ മൊമെന്റം ഇത്രയാണ്, അല്ലെങ്കിൽ ഫോട്ടോണിന്റെ മൊമെന്റം, ഫോട്ടോണിന്റെ എനർജി, ഇത്രയാണ് നമ്മൾ ഇതിനകത്ത് പഠിച്ചെടുത്തത്. ഇനി അടുത്തതാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് ഏരിയ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, വാട്ട് ഈസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്? When radiations of suitable energy, are incident on a metallic surface, ഒരു മെറ്റാലിക് സർഫസിൽ ഇൻസിഡന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, then electrons are emitted from the surface. സർഫസ് എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. Okay, electrons are ejected from the surface. This phenomena is called photoelectric effect. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? photoelectric effect എന്ന് പറയുന്നത്. Okay. When radiations of suitable energy are incident on a metallic surface, electrons are ejected from the surface. Surface നിന്ന് എന്ത് ചെയ്യുന്നു? electrons eject ചെയ്യും. This phenomena is called photoelectric effect. ഈ ഫിനോമിനയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവം. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. When radiations of suitable energy are incident on a metallic surface, electrons are ejected. This phenomena is called photoelectric effect. അപ്പോൾ ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ മാത്രമല്ല ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യുക, വേറെ പല ടൈപ്പ് എജക്ഷൻസും ഉണ്ട്. സോ അതർ എമിഷൻസ് ഏതൊക്കെയാണ്? അതർ ടൈപ്സ് ഓഫ് എമിഷൻസ് ആർ, ഇലക്ട്രോണിന്റെ ബാക്കിയുള്ള ടൈപ്പ് എമിഷൻസിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് ഒന്ന് തെർമിയോണിക് എമിഷൻ. എന്തായിരിക്കും തെർമിയോണിക് എമിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? At a higher temperature, electrons will be ejected from the metal surface. ഒരു ഹൈ ടെമ്പറേച്ചറിൽ, at a high temperature, electrons are ejected from metal surface.
Electrons are ejected from metal surface. So high temperature electrons eject ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് thermionic emissions. അങ്ങനെ eject ചെയ്യുന്ന electronsനെ നമ്മൾ എന്ത് പറയും thermions എന്നും പറയും. Okay, they are called thermions. Such electrons are called thermions. വേറെ type of emissions ആണ്. പല type electronsനെ eject ചെയ്യാം. അതിനകത്ത് നമ്മൾ ഇതിനകത്ത് പഠിക്കാൻ പോകുന്നത് photoelectric emission ആണ്. Photoelectric emission അല്ലെങ്കിൽ photoelectric effect. വേറെ ടൈപ്പ് ഒരു എമിഷൻ ആണ് തെർമിയോണിക് എമിഷൻ. വേറുള്ള ഒരു ഇമ്പോർട്ടന്റ് എമിഷൻ ആണ് ഫീൽഡ് എമിഷൻ. ഫീൽഡ് എമിഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ബൈ അപ്ലൈയിങ് very high electric field. By applying very high electric field also we can eliminate electrons from the surface. Okay, very high electric field കൊടുക്കുമ്പോൾ electronsന് അത്രയും ഫോഴ്സ് കിട്ടും. So that will be sufficient to pull the electron out of the metal surface. So അതാണ് ഫീൽഡ് എമിഷൻ. അപ്പൊ മൂന്ന് ടൈപ്പ് എമിഷൻ ആണ് ഫോട്ടോഇലക്ട്രിക് എമിഷൻ, തെർമിയോണിക് എമിഷൻ, ഫീൽഡ് എമിഷൻ. ബാക്കി രണ്ടും ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ആണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം. ഓക്കെ, ഇനി അപ്പൊ എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന് പറഞ്ഞാൽ വെൻ റേഡിയേഷൻസ് അല്ലെങ്കിൽ ഫോട്ടോൺസ് ഓഫ് സ്യൂട്ടബിൾ എനർജി സർഫസിൽ ഇൻസിഡന്റ് ചെയ്താൽ എന്ത് ചെയ്യും ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. നമ്മൾ റിയൽ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്ന സംഭവമാണ്. ഇത് ഹെഡ്സിന്റെ എക്സ്പെരിമെന്റിലൊക്കെയാണ് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നത് ഒബ്സർവ് ചെയ്യുന്നത്. പക്ഷെ ഈ ഹെഡ്സിന്റെ എക്സ്പെരിമെന്റിന്റെ സമയത്തൊന്നും എന്തില്ല, നമ്മുടെ ഈ പാർട്ടിക്കിൾ തിയറി ഓഫ് ലൈറ്റ് അത്ര നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടില്ല. പിന്നെ ഐൻസ്റ്റൈനും പ്ലാങ്കും ഒക്കെ വന്നതിന് ശേഷമാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. സോ അന്ന് ഹെഡ്സ് ആദ്യമായിട്ട് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഒബ്സർവ് ചെയ്യുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് നേച്ചർ എക്സ്പെരിമെന്റലി ചെയ്യുമ്പോഴാണ് ഇങ്ങനെ എന്ത് ചെയ്യുന്നത് റേഡിയേഷൻ ഇൻസിഡന്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നത് എന്തോ ഒരു ഈവൻ ഹെഡ്സിന്റെ കാലത്ത് എന്ത് പോലും കണ്ടുപിടിച്ചിട്ടില്ല, ഇലക്ട്രോൺസിനെ പോലും കണ്ടുപിടിച്ചിട്ടില്ല. മനസ്സിലായോ? അറ്റോമിക് സ്ട്രക്ചറിനകത്ത് ഈവൻ ഇലക്ട്രോൺസ് വെർ നോട്ട് ഇൻവെന്റഡ് അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ ടൈം. ഈ ഹെഡ്സിന്റെതും കഴിഞ്ഞിട്ടാണ്, ഹെഡ്സിന്റെ എക്സ്പെരിമെന്റും കഴിഞ്ഞിട്ടാണ് തോംസൺ എന്ത് കണ്ടുപിടിക്കുന്നത് ഇലക്ട്രോൺസ്, നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് എല്ലാ ആറ്റംസിന്റെയും പാർട്ട് ആണെന്ന് പിന്നെയാണ് കണ്ടുപിടിക്കുന്നത്. ഈ ഹെഡ്സ് എക്സ്പെരിമെന്റ് 18th അല്ലെങ്കിൽ 19th സെഞ്ചുറിയിലാണ് ഈ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നത്. അപ്പോ എന്തൊക്കെയോ ചാർജ്ഡ് പാർട്ടിക്കിൾസ് എമിറ്റ് ചെയ്യുന്നതായിട്ട് മനസ്സിലായി. ഓക്കെ, സം ചാർജ്ഡ് പാർട്ടിക്കിൾസ് വെർ എമിറ്റഡ് ഈ ഹെഡ്സിന്റെ എക്സ്പെരിമെന്റിൽ റേഡിയേഷൻ ഇൻസിഡന്റ് ചെയ്തപ്പോൾ. പക്ഷെ അവരെന്താണെന്നോ ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണെന്ന് മനസ്സിലായി. പക്ഷെ അവർ ഇലക്ട്രോൺസ് ആണെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഫോട്ടോൺ തിയറി ഓഫ് ലൈറ്റ് വെച്ച് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂ, വേവ് തിയറി അവിടെ ഫെയിൽ ആവുന്നൊന്നും അന്ന് തൽക്കാലം നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, മനസ്സിലായിട്ടില്ല. പിന്നെയുള്ള എക്സ്പെരിമെന്റ്സ് നിന്നാണ് ഇത് വേവ് തിയറി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവമാണെന്ന് നമുക്ക് പിന്നെ മനസ്സിലാവുന്നത്. ഓക്കെ, സോ ഹെഡ്സ് ആണ് ആദ്യം എക്സ്പെരിമെന്റിൽ ഇത് ഒബ്സർവ് ചെയ്യുന്നത്. NCERT പറയുന്നത്, NCERT എടുത്ത് നോക്കിയാൽ. അപ്പൊ നമ്മള് പറഞ്ഞു എന്താണ് ഒരു മിനിമം എനർജി വേണം, ദർ ഷുഡ് ബി എ മിനിമം എനർജി അല്ലെങ്കിൽ സ്യൂട്ടബിൾ എനർജി വേണം, ദർ ഷുഡ് ബി എ സ്യൂട്ടബിൾ എനർജി ടു എമിറ്റ് ഇലക്ട്രോൺസ്, അല്ലെ, ടു എമിറ്റ് ഇലക്ട്രോൺസ്. അപ്പൊ പറഞ്ഞ എന്താണ് വെൻ റേഡിയേഷൻസ് ഓഫ് സ്യൂട്ടബിൾ എനർജി ആർ ഇൻസിഡന്റ് ഓൺ എ മെറ്റാലിക് സർഫസ് ഇലക്ട്രോൺസ് ആർ റിജക്റ്റഡ്. അപ്പൊ അവിടെ ഒരു സ്യൂട്ടബിൾ എനർജി എന്ന് പറയുന്ന ഒരു ടേം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ അതാണ് നമ്മുടെ അടുത്ത ഡെഫിനിഷൻ എന്ന് പറയുന്നത് വർക്ക് ഫംഗ്ഷൻ. വർക്ക് ഫംഗ്ഷൻ പല മെറ്റീരിയലിനകത്തും പല ഡിനോട്ടേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഡിനോട്ട് ചെയ്യുന്നത് പല രീതിയിലായിരിക്കും. ഞാനിവിടെ ഫൈ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്, വർക്ക് ഫംഗ്ഷൻ ഫൈ. സോ വർക്ക് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദി മിനിമം എനർജി possessed by a photon to emit photoelectrons. Possessed by a photon to emit photoelectrons. ഇങ്ങനെ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിന് നമ്മൾ എന്താ പറയാ? Electrons emitted in this case are called photoelectrons. ഇവരെ നമ്മൾ photoelectrons എന്നാണ് പറയുന്നത്. ഫോട്ടോ ഇലക്ട്രോൺസ് പറഞ്ഞാൽ ലൈറ്റ് ഇൻസിഡന്റ് ചെയ്തിട്ട് എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെയാണ് ഫോട്ടോ ഇലക്ട്രോൺസ്. നമ്മൾ പറഞ്ഞ ഒരു മിനിമം എനർജി, ഒരു ഫോട്ടോൺ ഒരു മിനിമം ഇൻസിഡന്റ് ചെയ്യുന്ന ഫോട്ടോൺ ഒരു മിനിമം എനർജി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ,
ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. So that minimum energy is called work function. And this work function, it is the property of, ഇത് ആരുടെ പ്രോപ്പർട്ടി ആയിരിക്കും? വർക്ക് ഫംഗ്ഷൻ ആരുടെ പ്രോപ്പർട്ടി ആയിരിക്കും? ഒരു മെറ്റലിന്റെ പ്രോപ്പർട്ടി ആണോ അതോ? അപ്പൊ ഫോട്ടോണിന്റെ എനർജി ഇതിനേക്കാളും കൂടുതൽ ഉണ്ടെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഉണ്ടാവും. ആ വർക്ക് ഫംഗ്ഷനേക്കാളും കൂടുതലാണ് ഇൻസിഡന്റ് ചെയ്യുന്ന ഫോട്ടോണിന്റെ എനർജി എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഉണ്ടാവും. അതിനേക്കാളും കുറവാണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവില്ല? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഉണ്ടാവില്ല. Is it the property of photon or is it the property of metal? ആരുടെ പ്രോപ്പർട്ടി ആണ്? Is it the property of incidenting metal? ആ മെറ്റൽ സർഫസിൽ ഇൻസിഡന്റ് ചെയ്യുമ്പോഴാണല്ലോ ഫോട്ടോ ഇലക്ട്രോൺസ് ഇൻജെക്ട് ചെയ്യും. ക്വസ്റ്റ്യൻ ഇതാണ്, the work function is the minimum energy required to emit electrons from the metal surface. It will be the property of metal. മെറ്റലിന്റെ പ്രോപ്പർട്ടി ആണ്. It is not the property of photon. മെറ്റലിന് ഒരു വർക്ക് ഫംഗ്ഷൻ ഉണ്ടാവും. സേ 2 ഇലക്ട്രോൺ വോൾട്സ് ആണ് ഒരു മെറ്റലിന്റെ വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, if 2 electron volts is the work function of a metal, that means photons with energy more than 2 electron volts can emit photoelectrons. മനസ്സിലായോ? 2 electron voltsനെക്കാളും കൂടുതൽ എനർജി ഉള്ള എല്ലാ ഫോട്ടോൺസിനും എന്ത് ചെയ്യാം? അതിനെ എമിറ്റ് ചെയ്യാം. അപ്പൊ 2 എന്ന് പറയുന്നത് ആ മെറ്റലിന്റെ പ്രോപ്പർട്ടിയാണ്. 2 electron volts എന്ന് പറയുന്നത് മെറ്റലിന്റെ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അപ്പോ ക്വസ്റ്റ്യനിൽ തരും ഓരോ മെറ്റലിന്റെയും വർക്ക് ഫംഗ്ഷൻ ഒക്കെ. ഓക്കെ, അപ്പൊ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് എന്ന് പറഞ്ഞിട്ട്, cesium has the least work function. അല്ലേ? cesium has the least work function. ഏറ്റവും കുറവ് വർക്ക് ഫംഗ്ഷൻ ഉള്ളത് ആർക്കാണെന്ന് ചോദിച്ചാൽ സീഷ്യത്തിനാണ് ഏറ്റവും കുറവ് വർക്ക് ഫംഗ്ഷൻ ഉള്ളത്. ഓക്കെ, cesium has the least work function. എന്തുകൊണ്ടായിരിക്കും സീഷ്യത്തിന് ഏറ്റവും ലീസ്റ്റ് വരുന്നതെന്ന് ആലോചിച്ചാൽ മതി. സീഷ്യം എവിടെയാണ് പീരിയോഡിക് ടേബിളിൽ കിടക്കുന്നത്? ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ് ആണ്. ഫസ്റ്റ് ഗ്രൂപ്പിൽ ഏറ്റവും ലാസ്റ്റ് ആണ് സീഷ്യം കിടക്കുന്നത്. സോ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സിന് എന്താണ്? ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സിന് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റിൽ നിന്ന് എന്ത് ചെയ്യണം? ആ ഫസ്റ്റ് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ഏറ്റവും എളുപ്പമാണ്. അല്ലെ? ഏറ്റവും എളുപ്പം ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റിൽ നിന്നല്ലേ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ. സോ സീഷ്യം ഹാസ് ദി ലീസ്റ്റ് വർക്ക് ഫംഗ്ഷൻ. സീഷ്യത്തിനാണ് ഏറ്റവും കുറവ് വർക്ക് ഫംഗ്ഷൻ. സോ അതിന്റെ വാല്യൂ ഞാൻ മറന്നുപോയി എത്രയാണെന്നുള്ളത്. ജസ്റ്റ് നിങ്ങളൊന്ന് എവിടെയെങ്കിലും ചെക്ക് ചെയ്ത് നോക്കട്ടോ. NCERT ഉണ്ട്, 2 point something ആണ്. വാല്യൂ ഒന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. വാല്യൂ ഏത് മെറ്റലാണെന്നുണ്ടെങ്കിലും എക്സാമിന് എന്തായാലും തരും. ഓക്കെ, എക്സാമിന് ഡാറ്റ ആയിട്ട് തരും. സോ ടേബിൾ ഉണ്ട്, NCERT ഒരു ടേബിൾ ഉണ്ട് ഡിഫറെന്റ് മെറ്റൽസിന്റെ വർക്ക് ഫംഗ്ഷൻ എത്രയാണെന്ന്. ആ വാല്യൂസ് ബൈ ഹാർട്ട് ചെയ്യുന്നൊന്നും ഇമ്പോർട്ടന്റ് ഒന്നും ഇല്ല, അതൊന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദാറ്റ് വിൽ ബി ഗിവൺ ഇൻ ദി എക്സാം. അതൊക്കെ എക്സാമിന് തരും. ഓക്കെ, സോ സീഷ്യം ഹാസ് ദി ലീസ്റ്റ് വർക്ക് ഫംഗ്ഷൻ. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഇത് മാത്രം ഓർത്ത് വെക്കുക. ഓക്കെ, സോ ദാറ്റ് ഈസ് വർക്ക് ഫംഗ്ഷൻ. നമ്മൾ ഫൈലാണ് സാധാരണ ഡിനോട്ട് ചെയ്യുക. സീഷ്യത്തിന്റെ വർക്ക് ഫംഗ്ഷൻ 2.14 ആണ്. സീഷ്യത്തിന്റെ വർക്ക് ഫംഗ്ഷൻ 2.14 ഇലക്ട്രോൺ വോൾട്സ് എന്നാണ് നമ്മുടെ NCERT കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ പൊട്ടാഷ്യം ഒക്കെ കുറവാണ്. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സിന് പൊതുവെ കുറവാണ്. പ്ലാറ്റിനത്തിനൊക്കെ വളരെ കൂടുതലാണ്. ഓക്കെ, പ്ലാറ്റിനത്തിന്റെ കേസിൽ 5 point something ഇലക്ട്രോൺ വോൾട്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, സോ അതൊന്നും ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല. സീഷ്യത്തിന്റെ ജസ്റ്റ് ഓർത്ത് വെക്കുക. ഈവൻ അത് ഓർത്ത് വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സീഷ്യത്തിനാണ് ഏറ്റവും കുറവെന്ന് മനസ്സിലാക്കി വെക്കുക. സോ അടുത്തത് അതാണ് വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, അല്ലെ? സോ അപ്പൊ വരുന്ന ഫോട്ടോണിന്റെ എനർജി, ദി എനർജി ഓഫ് ഫോട്ടോൺ, ഒരു ഫോട്ടോണിന്റെ എനർജി, ദി എനർജി ഓഫ് 1 photon should be more than the work function of electron. Okay, work function of the metal. ഇപ്പൊ ഇൻസിഡന്റ് ചെയ്യുന്ന ഫോട്ടോണിന്റെ എനർജി 2 electron volt ആണെന്നുണ്ടെങ്കിൽ സീഷ്യത്തിനകത്ത് നിന്ന് എന്തുണ്ടാക്കാൻ പറ്റില്ല? ഇലക്ട്രോൺസിനെ ഇജക്ട് ചെയ്യിക്കാൻ പറ്റില്ല. സീഷ്യത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇലക്ട്രോൺസിനെ ഇജക്ട് ചെയ്യിക്കാൻ പറ്റില്ല. മനസ്സിലായി? ദി എനർജി ഓഫ് 1 photon ഷുഡ് ബി മോർ ദാൻ ദി എനർജി ഓഫ് അല്ലെങ്കിൽ ദി വർക്ക് ഫംഗ്ഷൻ.
വർക്ക് ഫംഗ്ഷനേക്കാളും കൂടുതലായിരിക്കും. 1 ഫോട്ടോൺ, ഒരു ഫോട്ടോണിന്റെ എനർജി. ഓക്കെ, സോ അടുത്തതിലോട്ട് പോവാം. അടുത്ത ടോപ്പിക് ആണ്, അടുത്ത കുറച്ച് ടേംസ് ആണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, ടോപ്പിക് അല്ല, കുറച്ച് ടേംസ്. ത്രെഷോൾഡ് ഫ്രീക്വൻസി, ന്യൂ സീറോ. ത്രെഷോൾഡ് അല്ലെങ്കിൽ F0 എന്ന് എടുത്താലും മതി, ന്യൂ സീറോ. നമ്മൾ എനർജി ഒക്കെ H ന്യൂ എന്നല്ലേ പറയുന്നത്, സോ ന്യൂ സീറോ എന്ന് എടുത്താൽ മതി. ത്രെഷോൾഡ് ഫ്രീക്വൻസി. എന്താണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞു വരുന്ന ഫോട്ടോൺ എന്ത് വേണം, ഒരു മിനിമം എനർജി വേണം. ദർ ഷുഡ് ബി എ മിനിമം എനർജി ദാറ്റ് ഈസ് കോൾഡ് വർക്ക് ഫംഗ്ഷൻ. അപ്പൊ ആ എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഫ്രീക്വൻസി ഉണ്ടാവില്ലേ? ഇപ്പൊ 2 ഇലക്ട്രോൺ വോൾട്സ് ഉള്ള ഫോട്ടോണിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഫ്രീക്വൻസി ഉണ്ടാവില്ലേ? ദാറ്റ് മിനിമം ഫ്രീക്വൻസി ഈസ് കോൾഡ് threshold frequency. Okay, that minimum frequency is called threshold frequency. Okay, so the minimum frequency which can produce photoelectric effect, which can emit photoelectrons from a metal surface. ഇത് ആരുടെ പ്രോപ്പർട്ടി ആയിരിക്കും? മെറ്റലിന്റെ പ്രോപ്പർട്ടി ആണോ അതോ ഫോട്ടോണിന്റെ പ്രോപ്പർട്ടി ആണോ ഈ ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് ഓൾസോ പ്രോപ്പർട്ടി ഓഫ് ദി മെറ്റൽ. അതും മെറ്റലിന്റെ പ്രോപ്പർട്ടി ആണ്. മനസ്സിലായി? ഒരു മെറ്റലിന് ഒരു വർക്ക് ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ത്രെഷോൾഡ് ഫ്രീക്വൻസി ഉണ്ടാവും. അതൊരു മെറ്റലിന്റെ പ്രോപ്പർട്ടിയാണ്. ഡിഫറെന്റ് ഫോട്ടോൺസിന് ഡിഫറെന്റ് ഫ്രീക്വൻസി ഉണ്ടാവും. ഈ മെറ്റലിൽ ഇൻസിഡന്റ് ചെയ്യുന്ന ഫോട്ടോൺസിനെല്ലാം എന്ത് വേണം? ആ ത്രെഷോൾഡ് ഫ്രീക്വൻസിനേക്കാളും കൂടുതൽ ഉണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ. ത്രെഷോൾഡ് ഫ്രീക്വൻസിനേക്കാളും കൂടുതൽ ഫ്രീക്വൻസി ഉണ്ടെങ്കിലേ മെറ്റൽ സർഫസിന് എന്ത് ചെയ്യുള്ളൂ? ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു മെറ്റലിന് ഒരു വർക്ക് ഫംഗ്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? H nu 0 threshold frequency is equal to work function എന്ന് എഴുതാം, or nu 0 is equal to 5 by H എന്ന് എഴുതാം. 5 by H. അപ്പൊ 5 മെറ്റലിന്റെ പ്രോപ്പർട്ടി ആണ്, H എന്താണ്? H is a constant. So ഓരോ മെറ്റലിനും ഓരോ ഫിക്സ്ഡ് ത്രെഷോൾഡ് ഫ്രീക്വൻസി ഉണ്ടാവും. Each metal have its own threshold frequencies. Each metal have its own work function. Okay, each metal will have its own work function. ഇപ്പൊ പ്ലാറ്റിനത്തിന്റെ വർക്ക് ഫംഗ്ഷൻ NCERT കൊടുത്തിട്ടുണ്ട്, ദാറ്റ് ഈസ് 5.65 ഇലക്ട്രോൺ വോൾട്സ് ആണ്. അതേപോലെ കോപ്പറിന് കൊടുത്തിട്ടുണ്ട് 4.65 ആണ്. മെർക്കുറി, എല്ലാത്തിന്റെയും വർക്ക് ഫംഗ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വർക്ക് ഫംഗ്ഷൻ ഓഫ് മെനി ആറ്റംസ് ആർ മെനി മെറ്റീരിയൽസ് ആർ ഗിവൺ. സോ ഓരോ മെറ്റലിനും ഓരോ വർക്ക് ഫംഗ്ഷൻ ഉണ്ട്. സോ each metal will have its own work function. So each metal will have its own threshold frequency. അതിനൊരു ത്രെഷോൾഡ് ഫ്രീക്വൻസി ഉണ്ടാവും. ആ ത്രെഷോൾഡ് ഫ്രീക്വൻസി വരുന്ന ഫോട്ടോണിന്റെ ഫ്രീക്വൻസി ആണ്. ഈ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്ന എനർജിയും വരുന്ന ഫോട്ടോണിന്റെ എനർജി തന്നെയാണ്, അല്ലാതെ മെറ്റലിന് എനർജി ഒന്നും ഇല്ലല്ലോ. വരുന്ന ഫോട്ടോണിന്റെ എനർജി തന്നെയാണ് വർക്ക് ഫംഗ്ഷൻ, വരുന്ന ഫോട്ടോണിന്റെ ഫ്രീക്വൻസി തന്നെയാണ് അതിന്റെ ത്രെഷോൾഡ് ഫ്രീക്വൻസി. പക്ഷെ അത് ഓരോ മെറ്റലിനും ഫിക്സ്ഡ് ആണ്. ഫോർ ഈച്ച് മെറ്റൽ ദർ ഇസ് എ ഫിക്സ്ഡ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. സോ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇൻസിഡന്റ് ചെയ്യുന്ന ഫോട്ടോണിന്റെ ഫ്രീക്വൻസി എത്ര വരണം? ഇറ്റ് ഹാസ് ടു ബി മോർ ദാൻ ത്രെഷോൾഡ് ഫ്രീക്വൻസി. ഓക്കെ, സോ ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് അല്ലെങ്കിൽ ഇൻ ഓർഡർ ടു emit photoelectrons, incident frequency, new incident എഴുതിയിട്ടുണ്ട്, has to be more than threshold frequency. അപ്പൊ ഇൻസിഡന്റ് ചെയ്യുന്ന ഫോട്ടോണിന്റെ എനർജി വർക്ക് ഫംഗ്ഷനേക്കാളും കൂടുതലാവണമെന്നുണ്ടെങ്കിൽ ഇൻസിഡന്റ് ചെയ്യുന്ന ഫോട്ടോണിന്റെ ഫ്രീക്വൻസി ഹാസ് ടു ബി മോർ ദാൻ ദി ത്രെഷോൾഡ് ഫ്രീക്വൻസി. ത്രെഷോൾഡ് ഫ്രീക്വൻസിനേക്കാളും കൂടുതലാവണം. That is called threshold frequency. ഇനി അടുത്ത ടേം ആണ് കട്ട് ഓഫ് വേവ് ലെങ്ത്, ഓർ ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് ത്രെഷോൾഡ് വേവ് ലെങ്ത്. ത്രെഷോൾഡ് വേവ് ലെങ്ത് lambda 0. ത്രെഷോൾഡ് വേവ് ലെങ്ത് lambda 0.
ത്രഷോൾഡ് വേവ് ലെങ്ത് ലാംഡ 0 എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പൊ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി, ഒരു ഫ്രീക്വൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വേവ് ലെങ്ത് ഉണ്ടാവും. ആ വേവ് ലെങ്തിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? ത്രഷോൾഡ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇത് മിനിമം വേവ് ലെങ്ത് ആയിരിക്കും. Will it be the minimum wavelength that can produce photoelectric effect? ആണോ? It will be maximum wavelength. അല്ലെ? wavelength കൂടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? എനർജി കുറയുന്നത്. So maximum wavelength which can produce photoelectric effect from a metal surface. ഇതും ആരുടെ പ്രോപ്പർട്ടി ആയിരിക്കും? മെറ്റലിന്റെ പ്രോപ്പർട്ടി ആയിരിക്കും. So hc by lambda 0 is equal to എന്തായിരിക്കും? വർക്ക് ഫംഗ്ഷൻ ആയിരിക്കും. വർക്ക് ഫംഗ്ഷൻ. സോ അതിൽ നിന്ന് എന്ത് ചെയ്യാം? ലാംഡ 0 കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ ഇലക്ട്രോൺസ് ആർ എമിറ്റഡ് എപ്പോ മാത്രമേ ഉണ്ടാവുള്ളൂ? ഇഫ് ലാംഡ ഇസ് മോർ ദാൻ ലാംഡ 0 ആകുമ്പോഴാണോ? ലാംഡ ഇസ് മോർ ദാൻ ലാംഡ 0 ആകുമ്പോഴാണോ? അല്ല, ലാംഡ ഷുഡ് ബി ലെസ് ദാൻ ലാംഡ 0. ഫ്രീക്വൻസി ഷുഡ് ബി മോർ, വേവ് ലെങ്ത് ഷുഡ് ബി ലെസ്. വേവ് ലെങ്ത് ഷുഡ് ബി ലെസ്. അപ്പോ ഇതുവരെ പറഞ്ഞ എന്താണ്? ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ആണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. അതിനകത്ത് വർക്ക് ഫംഗ്ഷൻ പറഞ്ഞു. ദി മിനിമം എനർജി പൊസസ്ഡ് ബൈ എ ഫോട്ടോൺ. ഒരു ഫോട്ടോൺ ഉണ്ടാവേണ്ട എനർജിയാണ് എന്തെന്ന് പറയുന്നത്? അതെന്ന് പറയാം. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി അതിന് നമ്മൾ ത്രഷോൾഡ് ഫ്രീക്വൻസി, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ലെങ്ത് ത്രഷോൾഡ് വേവ് ലെങ്ത് എന്ന് പറഞ്ഞു. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, സപ്പോസ് ഒരു മെറ്റലിന്റെ വർക്ക് ഫംഗ്ഷൻ സേ 2 അല്ലെങ്കിൽ 3 ഇലക്ട്രോൺ വോൾട്ട്സ് ആണ്. ഒരു മെറ്റലിന്റെ വർക്ക് ഫംഗ്ഷൻ 3 ഇലക്ട്രോൺ വോൾട്ട്സ് ആണ്. ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞാൽ മതി. ഓക്കെ, ഒരു മെറ്റലിന്റെ വർക്ക് ഫംഗ്ഷൻ 3 ഇലക്ട്രോൺ വോൾട്ട്സ് ആണ്. ഇൻസിഡന്റ് ചെയ്യുന്ന ഫോട്ടോണിന്റെ എനർജി, ദി എനർജി ഓഫ് ഇൻസിഡന്റ് ഫോട്ടോൺ, ദാറ്റ് ഈസ് സേ 2 ഇലക്ട്രോൺ വോൾട്ട്സ് ആണ്. ഇൻസിഡന്റ് ചെയ്യുന്ന ഫോട്ടോണിന്റെ എനർജി എന്ന് പറയുന്നത് 2 ഇലക്ട്രോൺ വോൾട്ട്സ് ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഫോട്ടോണിന് അല്ലെങ്കിൽ ഈ ലൈറ്റിന് ഇലക്ട്രോൺസിനെ ഇജക്ട് ചെയ്യിക്കാൻ പറ്റും. Can this light be ejected? Can this light eject photoelectrons from the metal surface? പറ്റില്ല അല്ലേ? പറ്റില്ല. അപ്പൊ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ 2 ഫോട്ടോൺസിനെ അബ്സോർബ് ചെയ്താൽ പോരെ? 2 ഇലക്ട്രോൺ വോൾട്ട്സ് ഉള്ള 2 ഫോട്ടോൺസിനെ അബ്സോർബ് ചെയ്താൽ എന്ത് ചെയ്യാം? 4 ഇലക്ട്രോൺ വോൾട്ട്സ് ആയല്ലോ എനർജി. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 3നേക്കാളും കൂടുതലായില്ലേ? അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺസിനെ ഇജക്ട് ചെയ്യാൻ പറ്റില്ലേ എന്നായിരിക്കും നമുക്ക് തോന്നുന്നത് അല്ലേ? സോ ബട്ട് ദാറ്റ്സ് നോട്ട് പോസിബിൾ. അങ്ങനെ നടക്കില്ല. കാരണം ആൻ ഇലക്ട്രോൺ ക്യാൻ അബ്സോർബ് ഓൺലി 1 ഫോട്ടോൺ അറ്റ് എ ടൈം. ഒരു ഇലക്ട്രോണിന് ഒരു സമയത്ത് ഒരു ഫോട്ടോണിനെ മാത്രമേ അബ്സോർബ് ചെയ്യാൻ പറ്റൂ. അപ്പൊ എത്ര ഫോട്ടോൺ വന്നോട്ടെ, അതിനകത്തുനിന്ന് ഒരു ഇലക്ട്രോണിന് ഒരു ഫോട്ടോണിനെ മാത്രമേ അറ്റ് എ ടൈം അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ ഫോട്ടോണിന് 2 ഇലക്ട്രോൺ വോൾട്ട്സ് ഉണ്ടെങ്കിൽ, 3 ഇലക്ട്രോൺ വോൾട്ട്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ ഉണ്ടെങ്കിൽ പുറത്ത് വരാം. ആ ഫോട്ടോണിന് അതില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? പുറത്ത് വരാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ 3 ഇലക്ട്രോൺ വോൾട്ട്സ് ഞാൻ പറഞ്ഞു. 4 ഇലക്ട്രോൺ വോൾട്ട്സ് ആണ് വർക്ക് ഫംഗ്ഷൻ. 4 ഇലക്ട്രോൺ വോൾട്ട്സ് ആണ് വർക്ക് ഫംഗ്ഷൻ വിചാരിച്ചു. സോ 4 ഇലക്ട്രോൺ വോൾട്ട്സ് കുറച്ച് കൂടിപ്പോയി. 3 തന്നെ ആയിക്കോട്ടെ. വർക്ക് ഫംഗ്ഷൻ ഈസ് 3 ഇലക്ട്രോൺ വോൾട്ട്സ്. അപ്പൊ കറസ്പോണ്ടിങ് വേവ് ലെങ്ത് എന്ത് വരും? hc by lambda ആണല്ലോ 3 ഇലക്ട്രോൺ വോൾട്ട്സ്. hc by lambda ആണ് 3 ഇലക്ട്രോൺ വോൾട്ട്സ്. സോ ലാംഡ ഇസ് ഈക്വൽ ടു hc by 3 എന്ന് വരും അല്ലെ? 3 ഇലക്ട്രോൺ വോൾട്ട്സ് എന്ന് വരും. hc എത്രയാ? 1240 ഡിവൈഡ് ബൈ 3 എന്ന് പറയുമ്പോൾ 400 സംതിങ് എത്രയാണെങ്കിലും കുഴപ്പമില്ല. സോ EV നാനോമീറ്റർ ഉള്ളത്, ഇത് EV. സോ EV ക്യാൻസൽ ചെയ്ത് പോകും, ബാക്കി നാനോമീറ്റർ ഉണ്ട്. സോ 410 നാനോമീറ്റർ അല്ലെങ്കിൽ 413 നാനോമീറ്റർ എന്നാണ് ഇത് വരിക. ഓക്കെ, അപ്പൊ ഇതിന്റെ മിനിമം അല്ലെങ്കിൽ ഇതിന്റെ ത്രഷോൾഡ് വേവ് ലെങ്ത്, മിനിമം അല്ല മാക്സിമം വേവ് ലെങ്ത് ഈസ് 413 നാനോമീറ്റർ.
ഇൻസിഡന്റ് ചെയ്യുന്ന ലൈറ്റിന്റെ എനർജി വേവ് ലെങ്ത് എന്ത് വരണം? ഇറ്റ് ഹാസ് ടു ബി ലെസ് ദാൻ 413 നാനോമീറ്റർ. 413 നാനോമീറ്റർ വരണം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഒരു വയലറ്റ് ഉണ്ട് നമുക്ക്. ഒരു വയലറ്റ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബൾബ് ഉണ്ട്. അതിന്റെ പവർ 1 വാട്ട്. ഒരു റെഡ് ലൈറ്റ് ഉണ്ട്. ഓക്കെ, ഒരു റെഡ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബൾബ് ഉണ്ട്. അതിന്റെ പവർ എന്തുണ്ട്? 100 വാട്ട്സ്. അതിന്റെ പവർ ഒരു 100 വാട്ട്സ്. നമ്മൾ ഈ മെറ്റൽ സർഫസിന്റെ അടുത്ത് ഈ വയലറ്റിന്റെ ബൾബ് ഇതിന്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ, വയലറ്റിന്റെ ബൾബ് ഇതിന്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചു. മെറ്റൽ സർഫസിന്റെ അടുത്ത് റെഡ് ബൾബും ഇതിന്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചു. അപ്പൊ ഇതിനകത്ത് ആരാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഉണ്ടാക്കുക? വയലറ്റ് ആണോ റെഡ് ആണോ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഉണ്ടാക്കുക? Which one will emit electrons? Which one will emit photoelectrons? Violet or red? പറഞ്ഞേ, ഇതിനകത്ത് ആരായിരിക്കും ഫോട്ടോ അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യുക? ആരാണ്? Who will emit electrons? Violet or red light? ആരാണ് ഈ മെറ്റൽ സർഫസ് എന്ന്? So it will be violet. Okay, violet ആണ് ഉണ്ടാവുക. ബിക്കോസ് റെഡിന്റെ വേവ് ലെങ്ത് എന്ന് പറയുമ്പോൾ എത്രയാ? നമുക്കറിയാം 400 to 700 ആണ് വിസിബിൾ റേഡിയേഷൻ എന്ന് പറയുന്നത്. സോ റെഡ് എവിടെയാണ്? 700നോട് അടുത്തിട്ടുള്ള റീജിയനിലാണ്. 650 അബവ് ആണ് എന്തുള്ളത്? റെഡിന്റെ വേവ് ലെങ്ത് ഉള്ളത്. സോ ദി വേവ് ലെങ്ത് ഓഫ് റെഡ് ഈസ് മോർ ദാൻ ത്രഷോൾഡ് വേവ് ലെങ്ത്. ത്രഷോൾഡ് വേവ് ലെങ്തിനേക്കാളും കൂടുതലാണ്. റെഡിന്റെ എനർജി എന്ന് പറയുന്നത് എന്താണ്? വർക്ക് ഫംഗ്ഷനേക്കാളും കുറവാണ് റെഡിന്റെ ഒരു ഫോട്ടോണിന്റെ എനർജി. പിന്നെ എന്താണ് ഈ 100 വാട്ട് എന്ന് പറഞ്ഞതും ഇവിടെ 1 വാട്ട് എന്ന് പറഞ്ഞതും? റെഡിന് എങ്ങനെയാ 100 വാട്ട് പവർ കിട്ടിയപ്പോ? റെഡിന്റെ കേസിൽ എന്തുണ്ടാവും? ഒരുപാട് ഫോട്ടോൺസ് ഉണ്ടാവും. There will be many more photons than violet. വയലറ്റിനേക്കാളും ഒരുപാട് അധികം ഫോട്ടോൺസ് റെഡിനകത്ത് ഉണ്ടാവും. പക്ഷെ ഒരുപാട് ഫോട്ടോൺസ് ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. എത്ര ഫോട്ടോൺസ് ഉണ്ടായിട്ടും കാര്യമില്ല. ഒരു ഫോട്ടോണിന്റെ എനർജി, the energy of one photon has to be more than what? Energy of one photon has to be more than the work function. മനസ്സിലായോ? ചിലപ്പോൾ ഇതിനകത്ത് ഒരു 10⁻25 ഫോട്ടോൺസ് ഉണ്ടാവും റെഡിന്റെ കേസിൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പവർ കണ്ടുപിടിച്ച് എത്ര നമ്പർ ഓഫ് ഫോട്ടോൺസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വാല്യൂ പറഞ്ഞതാണ്, കറക്റ്റ് അതാണെന്നൊന്നുമില്ല. ഇതിനകത്ത് ചിലപ്പോ എത്ര ഉണ്ടാവുള്ളൂ? 10⁻19 ഫോട്ടോൺസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. ജസ്റ്റ് വാല്യൂ പറഞ്ഞതാണ്. ബട്ട് ആ 10⁻19 ഫോട്ടോൺസിനകത്തുള്ള ഓരോ ഫോട്ടോണിന്റെയും എനർജി എന്തുണ്ടാവും? 3 ഇലക്ട്രോൺ വോൾട്സിനേക്കാൾ 3.1 3.2 ഒക്കെ ഉണ്ടാവും. വയലറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ എടുത്ത് 400 ആണ് കേട്ടോ എടുത്ത്. 413നേക്കാളും കൂടുതലാണെങ്കിൽ വയലറ്റിനും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ വയലറ്റ്. ഇനിയിപ്പോ കൺഫ്യൂഷൻ ഒഴിവാക്കുകയാണെങ്കിൽ അൾട്രാ വയലറ്റ് നടക്കാം. സോ ഏതായാലും 400നേക്കാളും ചെറുതാണല്ലോ വേവ് ലെങ്ത്. മനസ്സിലായോ? സോ ഇൻസിഡന്റ് ചെയ്യുന്ന എത്ര എനർജി ഉണ്ടായിട്ടും കാര്യമില്ല. ശരിക്ക് മെറ്റൽ സർഫസിലോട്ട് കൂടുതൽ എനർജി കൊടുക്കുന്ന ആരാ? ടോട്ടൽ എനർജി കൂടുതൽ കൊടുക്കുന്ന ആരാ? റെഡ് ആണ്. പക്ഷെ ഇലക്ട്രോണിന് ഒരു ഇലക്ട്രോണിന് എത്രയേ പറ്റുള്ളൂ? ഒരു ഫോട്ടോണിന്റെ എനർജി. അത് എത്രയാണോ അത്ര മാത്രമേ കിട്ടുള്ളൂ. അത് ആയിരക്കണക്കിന് ഫോട്ടോൺ വന്നിട്ടും കാര്യമില്ല, 10,000കണക്കിന് ഫോട്ടോൺ വന്നിട്ടും കാര്യമില്ല. ഒരു ഇലക്ട്രോണിന് എന്ത് മാത്രമേ കിട്ടുള്ളൂ? ഒരു ഫോട്ടോണിന്റെ എനർജി മാത്രമേ കിട്ടുള്ളൂ. ആ ഫോട്ടോണിന്റെ എനർജി വർക്ക് ഫംഗ്ഷനേക്കാളും കൂടുതൽ ഉണ്ടെങ്കിൽ ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യാൻ പറ്റും. അത് കുറവാണെന്നുണ്ടെങ്കിൽ എത്ര എണ്ണം വന്നിട്ടും കാര്യമില്ല, എന്താവണം? ഇത് വരണം. ഓക്കെ, സോ ഈച്ച് ഫോട്ടോൺ ഷുഡ് ബി കേപ്പബിൾ. ഒരു ഫോട്ടോണിന്റെ എനർജി മാത്രമാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. റെഡിന്റെ കേസിൽ ഒരുപാട് ഫോട്ടോൺസ് ഉണ്ട്, ബട്ട് നൺ ഓഫ് ദം ആർ കേപ്പബിൾ. ആരും എന്തല്ല കേപ്പബിൾ അല്ല. അൾട്രാവയലറ്റിന്റെ അടുത്ത് കുറച്ച് ഫോട്ടോൺസേ ഉള്ളൂ, പക്ഷെ ഉള്ള ആൾക്കാരുടെ എനർജി എല്ലാം എന്താണ്? ദാറ്റ് ഈസ് മോർ ദാൻ 3 ഇലക്ട്രോൺ വോൾട്സ്. ഇസ് ഇറ്റ് ക്ലിയർ? പറഞ്ഞു മനസ്സിലായോ?
Is it clear? Okay. So that is photoelectric effect. ഇത്രയാണ് photoelectric effectന്റെ introduction ആയിട്ട് പറയാനുള്ളത്. ഇനി കുറച്ചും കൂടി ഇതിനകത്ത് പറയാനുണ്ട്. സോ photoelectric effect can be finished in one class. അത് അടുത്തൊരു ക്ലാസ്സോടെ നമുക്ക് വേണമെങ്കിൽ തീർക്കാൻ പറ്റും. പിന്നെ ഒരു ക്ലാസ്സോടും കൂടി ചിലപ്പോൾ ഒന്നോ രണ്ടോ ക്ലാസ്സോടും കൂടി ഈ ചാപ്റ്ററിനെ തീർക്കാൻ പറ്റും. വളരെ ചെറിയ ചാപ്റ്റർ ആണ്. ഈ മോഡേൺ ഫിസിക്സ് എന്ന് പറയുന്ന ഏരിയ വളരെ സിമ്പിൾ ചാപ്റ്റേഴ്സ് ആണ്, വളരെ വളരെ സിമ്പിൾ ചാപ്റ്റേഴ്സ് ആണ്. പക്ഷെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്, പക്ഷെ വളരെ സിമ്പിൾ ചാപ്റ്റേഴ്സ് ആണ്. സോ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് ഈ മോഡേൺ ഫിസിക്സ്, ആറ്റംസ്, ന്യൂക്ലിയർ, ഫോട്ടോ, ഈ പറഞ്ഞ ഡുവൽ നേച്ചർ എന്ന് പറയുന്ന 3 ചാപ്റ്റേഴ്സ്. സ്കോർ ചെയ്യാൻ പറ്റുന്ന, വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ചാപ്റ്റേഴ്സ് ആണ് ഈ ചാപ്റ്റേഴ്സ്. ഓക്കെ, തൽക്കാലം ഇന്നത്തേക്ക് ഇത്രയും മതി. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.